നമ്മൾ കുറേ വലിയ സാക്ഷ്യങ്ങൾ അതീവ സന്തോഷത്തോടെയും വിസ്മയത്തോടെയും കേൾക്കുകയായിരുന്നു. ഞാൻ പണ്ട് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, കൃപാസനത്തിൻ്റെ അമ്മ സഞ്ചാരി മാതാവാണെന്ന്. സഞ്ചരിച്ചെത്തുന്ന ആളാണ്. വിശ്വാസികൾ ഇരിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും അമ്മ സഞ്ചരിച്ചെത്തും. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കണമെന്ന് ഉടമ്പടി ചെയ്യുന്നവരറിയണം. അമ്മയുടെ ഉടമസ്ഥതയിൽ വരികയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് മകളെ എന്താണ് അസുഖം, എന്താണ് വിഷമം എന്നൊക്കെ ചോദിക്കണതും. അപ്പോൾ നമ്മൾക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അവൾ അമ്മയോട് സംസാരിച്ചു, അമ്മ എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന വേദനയാണ്, ഇത്രയേ ഉള്ളോ എന്ന് പറഞ്ഞ് അവിടെ തൊട്ട്. അതൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാര്യം എൻ്റെ വായിൽ വന്ന് കൈയിട്ട് 4 വിരൽ വിട്ടതല്ലേ. അപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ പിന്നെ ആളെ കാണുകയും ചെയ്തു, നേരിട്ട് കണ്ട ആളെ. സ്ത്രീയായിട്ടല്ല, അമ്മയായിട്ട് തന്നെയാണ് കണ്ടത്. ഈജിപ്തിൽ വെച്ച് അത് രാത്രി 3 മണിക്ക്. ഈ സ്വപ്നവും ഉറക്കവും ഒക്കെ ഒരു വലിയൊരു സമയമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങണം. അല്ലാതെ വേറെക്കിടാങ്ങളും തോന്നിവാസം വിളിച്ച് അയ്യോ കറണ്ട് ബില്ലേ, ലൈറ്റ് ബില്ലേ, ഫാനില്ലേ, വേർക്കണല്ല, ഇങ്ങനെ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെ തോന്നിവാസം വിളിച്ച് കിടന്നുറങ്ങിയ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല. ദൈവത്തിന് വരാൻ പറ്റിയ ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം. നമ്മുടെ സ്വപ്നമായാലും ദർശനമായാലും നേരിട്ടുള്ള വരവായാലും സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ബോധം, അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധി കീപ്പ് ചെയ്യണത്. പരമാവധി വിശുദ്ധി മാത്രമല്ല, വിശ്വാസം. ഇപ്പോൾ അമേരിക്കയിലെ സാക്ഷ്യം പറഞ്ഞില്ലേ, അത് 7ാം ക്ലാസ്സുകാരനാണ്. നമുക്കിവിടെ വലിയ ഡോക്ടേഴ്സിന് പോലും പോകാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇവനൊരു പ്രാവശ്യം പോയിട്ട് അവിടെ 3 മാസം ജോലി ചെയ്തിട്ട് അവിടെ ടെർമിനേറ്റ് ചെയ്ത് പോകുന്നയാളാണ്. അവിടുന്ന് ജോലി തുടരാൻ പറ്റാതെ സാങ്കേതികമായ കാരണങ്ങളാൽ അവിടുന്ന് പോകുന്നയാളാണ്. അപ്പോൾ ആ ഫയൽ ക്ലോസാണ്. ഈ ക്ലോസായ ഫയലുകൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഫയൽ ക്ലോസായി പോകും. ഇപ്പോൾ ചെറിയ പറഞ്ഞു, അച്ഛാ ഞാൻ 2 പ്രാവശ്യം കാനഡയിലേക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. ആദ്യം ട്രാൻസാക്ഷണൽ മിസ്റ്റേക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന പണം എഫ് ഡി ആണ്. അവസാനം 2 ലക്ഷം, 12 ലക്ഷത്തിൽ 2 ലക്ഷം കാണിച്ചിരിക്കുന്ന എഫ് ഡി ആണ്. ആ എഫ് ഡിയുടെ കാലാവധി പോരാ എന്ന് എംബസിയിലുള്ളവർ പറഞ്ഞു. 2 മാസത്തെ കാലാവധിയിലേക്ക് ആണ് എഫ് ഡി ഇട്ടിരിക്കുന്നത്. അപ്പൻ്റെ എഫ് ഡി എടുത്തിട്ട് കാനഡയിലെ വിസയ്ക്ക് വേണ്ടി ഫണ്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇത് 2 മാസമല്ലേ ഉള്ളൂ, മച്ചർ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞ് വിസ റിജക്റ്റായി. അപ്പോൾ ഓരോരോ സമയത്ത് ഓരോ തരത്തിൽ റിജക്റ്റാവും. എൻ്റെ മക്കൾ എന്ത് റിജക്റ്റായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും. പ്രൈസ് ദി ലോർഡ്. അതെന്താ ഞാൻ ഇങ്ങനെ കട്ടൻ്റെ പറയണമെന്നറിയാമോ? ഞാൻ ആ മകൾ പല പ്രാവശ്യം എൻ്റെ അടുത്ത് വരും, അച്ഛാ ശരിയാകുമോ അച്ഛാ? കാര്യം അവന് വിദ്യാഭ്യാസം കുറവാണല്ലോ, അതാണ് അവളങ്ങനെ ചോദിക്കണത്. അപ്പോൾ അവന് ഞാൻ കണ്ടിട്ടുണ്ട്, പറഞ്ഞാൽ ശരിയാകും. നമുക്കൊരിക്കൽ മെസ്സേജ് കിട്ടിയാൽ പിന്നെ മെസ്സേജ് മാറത്തില്ലല്ലോ. ഒരിക്കൽ മെസ്സേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് മാറത്തില്ല. പിന്നെ നമ്മൾ പിന്നെ മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈമുണ്ട്, ഓരോ വിഷയത്തിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ മാത്രമേ മെസ്സേജിന് വ്യത്യാസം വരുത്തും. ആ ടൈമിനുള്ളിൽ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ടൈം കഴിയുമ്പോൾ മെസ്സേജ് ഡിവൈറ്റ് ചെയ്ത് വരും. പക്ഷേ അച്ഛനത് ഉറപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല മോളെ, ശരിയാവും. അപ്പം നമുക്ക് തന്ന കാര്യമാണ്, എപ്പോഴായാലും വിളിക്കുക. എന്തുകൊണ്ടാണ്? ഇതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം ചില സമയത്ത് നമ്മളുടെ മൊത്തം ഡെസ്പായെന്ന് വിചാരിച്ചോ. അതായത് നമുക്ക് ഒരു അഡ്മിഷനും കിട്ടിയില്ല, പിള്ളേരെല്ലാം പഠിക്കാൻ തുടങ്ങി, നമുക്ക് വിഷമമൊക്കെ ആയി. ഇതുപോലെ തന്നെ ഓരോരോ കാര്യവും വരിക. അപ്പോഴും എൻ്റെ മക്കൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് കാണിക്കരുത്. മനസ്സിലായില്ലേ? ദൈവത്തിന് ഒരു കോളേജല്ല ഉള്ളത്, ദൈവത്തിന് ഒരു ലക്ഷ്യമല്ല. പിന്നെ മുന്നോട്ട് പോകും, നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ജൈറൂസിൻ്റെ ഒരു സംഭവം ബൈബിളിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ കുറച്ച് ഭാഗം പറഞ്ഞുതരാം.
ജൈറുസ് എന്താണ്? ഒരു സിനഗോഗ് അധികാരിയാണ്, ദേവാലയത്തിൻ്റെ അധികാരിയാണ്. അപ്പോൾ ജൈറുസ് വന്ന് ഈശോൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വേണ്ടി പറഞ്ഞ് എൻ്റെ മകള് രോഗബാധിതയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ അയാളുടെ കൂടെ പോയി. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത്? ഒരു രക്തസ്രാവക്കാരി രോഗി വന്ന് ഈശോനെ തൊട്ടു. പിന്നെ അവളുമായിട്ട് ഈശോ ഒരു വലിയ സംഭവം നടന്ന കാരണം ഈശോയിൽ നിന്ന് ശക്തി ഒഴിഞ്ഞു പോയത് ഈശോ ശ്രദ്ധിച്ച്. അപ്പോൾ ഈശോ ചോദിച്ചു ആരാണ് തൊട്ടത്? അപ്പോൾ അവൾ കാര്യം പറഞ്ഞു. പിന്നെ മകളെ ധൈര്യമായിരിക്കുക, മകളെ എന്ന് വിളിച്ച്. അതൊക്കെ ഭയങ്കര തണുപ്പുള്ള വിളിയാണ്. കാര്യം അവളുടെ അവസ്ഥ വളരെ മോശമാണ്. അവളെ മകളെ എന്ന് വിളിക്കണമെങ്കിൽ അവളെ കരഞ്ഞു കാണാൻ മിക്കവാറും ആ സമയത്ത്. കാര്യം അവളെ മകളെ എന്ന് ആൾക്കാർ വിളിച്ചിട്ട് വർഷങ്ങളായി. 12 കൊല്ലമായിട്ട് രക്തസ്രാവമാണ്. ബൈബിൾ എന്താ പറയണത്? സാമ്പത്തികമായിട്ട് പാപ്പരാണെന്നാണ് പറയണത്. നീ സാമ്പത്തികമായി പാപ്പരാണെങ്കിലും ദൈവം നിന്നെ മകളെയും തന്നെ വിളിക്കും. നിൻ്റെ കാശ് കുറഞ്ഞു പോയത് കൊണ്ട് നിന്നെ ഇനി വേറെ പേര് വിളിക്കത്തില്ല. അതാണ് എൻ്റെ ശ്രദ്ധിക്കണം. നീ ശ്രദ്ധിക്കണം ഈശോൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് പോടാ പുല്ലെന്ന് പറയും. മറ്റുള്ളവർ നമ്മളെ എങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടിയാലും കൊച്ചാക്കിയാലും നമ്മൾ മൈൻഡ് ചെയ്യരുത്. അത് മൈൻഡ് ചെയ്യുന്നതല്ല, സങ്കടപ്പെടരുത്. എന്താ കാര്യം? നിന്നെ അംഗീകരിക്കണവൻ്റെ മനസ്സിൽ എപ്പോഴും നിനക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. മകളെ എന്ന് വിളിച്ച്. അത് അവൾ കാര്യം 12 കൊല്ലമായിട്ട് ചികിത്സിക്കണം എന്നാണ് ബൈബിൾ പറയണത്. അപ്പം നമ്മൾ മർക്കോസിൻ്റെ 5-ാം അധ്യായം 28-ാമത്തെ തിരുവചനം പറയണത് 12 കൊല്ലമായിട്ട് ചികിത്സിക്കണമല്ല, അവളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ചെലവഴിച്ച് കഴിഞ്ഞു. സാമ്പത്തികമായിട്ട് പാപ്പരായിപ്പോയി. അപ്പം ശരീരം പോയി കാണും. രക്തസ്രാവം അല്ല രോഗം. ശരിക്കും പറഞ്ഞാൽ പഴന്തുണി കൊടുത്തുകൊണ്ടായിരിക്കും ആ പാവപ്പെട്ടവർ വന്നിട്ടുള്ളത്. പ്രാകൃതം പിടിച്ച് വന്നതാണ്. അതിൽ പുറകിൽ കൂടി നല്ല വസ്ത്രം ഉണ്ടെങ്കിൽ അവൾ മുമ്പിൽ കൂടി വരണ്ടേ. തന്നെയല്ല, അവളുടെ നാട്ടുകാർക്കൊക്കെ അറിയാം അവൾ രോഗിയാണെന്ന്, രക്തസ്രാവ രോഗിയുള്ളതാണെന്ന് അറിയാം. യഹൂദന്മാരുടെ സമൂഹത്തിൽ രക്തസ്രാവക രോഗി ജീവിക്കാൻ പിഴച്ചു പോകാൻ വലിയ പാടാണ്. കാരണം ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് രക്തസ്രാവ രോഗി 15-ാം അധ്യായത്തിൽ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സൂചിപ്പിച്ചു. ഞാൻ ഇപ്പോൾ ഭംഗ്യന്തരെയാണ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അതല്ല നമ്മുടെ സബ്ജക്റ്റ്. പക്ഷെ കർത്താവ് പോണ വഴിയാണ് നമ്മുടെ സബ്ജക്റ്റ്. ഈശോ സഞ്ചരിക്കുന്ന വഴിയാണ് നമ്മുടെ സബ്ജക്റ്റ്. ആ വഴിയിലാണ് ഇപ്പോൾ ഇവൾ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് കർത്താവിന് മുന്നിൽ കൂടി വരാൻ പറ്റത്തില്ല. നാട്ടുകാർക്കറിയാം ഇവൾ രക്തസ്രാവ രോഗിയാണെന്ന്. ലേവ്യ 15:25. ലേവ്യ 15-ാം അധ്യായം 25-ാം വാക്യം പറയും, രക്തസ്രാവ രോഗി തൊടുന്നതെല്ലാം അശുദ്ധമായി പോകുന്നു. പിന്നെ എങ്ങനെയാണ് പുറത്തിറങ്ങാൻ പറ്റണം? നാട്ടുകാരുടെ മനസ്സിലിരിക്കണ ഇതെല്ലാം മുഴുവനോ. അപ്പോൾ മുമ്പിൽ കൂടി വന്നാൽ പറയും ദൈവം രക്തസ്രാവം പിടിച്ചതാണ്, അശുദ്ധം, അസത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. നല്ല വസ്ത്രവും ഇല്ല. ഒരവസ്ഥ നോക്കിയേ, ഒരു സ്ത്രീയുടെ നല്ല വസ്ത്രമില്ല, സാമ്പത്തികമായി തകർന്നിരിക്കണ, പിന്നെ സമൂഹത്തിൽ ഭ്രഷ്ടായിരിക്കണ, സമൂഹത്തിൽ പൊതുവായിട്ട് ഇറങ്ങി നടക്കാനും പ്രവർത്തിക്കാനും പറ്റത്തില്ല, ആരോഗ്യവും പോയി. അപ്പോഴും ഈശോ മകളെയും തന്നെ വിളിക്കും. അവൾ ചിന്തിച്ചത് ഇതാണ്. നിങ്ങൾ അച്ഛനെ കേൾക്കുമ്പോഴേ ഈശോയുള്ള വിശ്വാസം നിങ്ങളുടെ നിലവാരം എന്താണെന്ന് ചിന്തിക്കണം. വിശ്വാസത്തിന് പല നിലവാരങ്ങളുണ്ട്. അവളെന്താ ചിന്തിച്ചത്? ഈശോൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊടാനിടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്ന്. ഈ ഉള്ളിൽ കരുതണതിനാണ് വിശ്വാസം എന്ന് പറയണത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ഉള്ളിൽ കരുതണതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉള്ളിൽ നല്ല കരുതൽ വേണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങ് ആരാണെന്നുള്ളത് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എൻ്റെ ഉള്ളിൽ നല്ല കരുതല് വളർത്തണമേ. ഉള്ളിൽ കരുതൽ വളർന്നു കഴിഞ്ഞാലേ ഇപ്പോൾ നമ്മുടെ പ്രതികരണമൊക്കെ ആ രീതിയിലായിരിക്കും. ഇപ്പം
ഈ മകളെന്താ പറയണത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊടാനിടയായ സൗഖ്യം പ്രാപിക്കും. അപ്പം ജായിറുസ് എന്താ പറയണത്? ജായിറുസ് സിനോഗ അധികാരിയാണ്. അയാൾക്ക് ഇവളേക്കാൾ കൂടുതൽ പഠിപ്പുള്ള ആളാണ്. പക്ഷെ ഇവളത്രയും വിശ്വാസമില്ല. മനസ്സിലായി? ലോകത്തിൻ്റെ പഠിപ്പും ഇനി മതപഠനം തന്നെ പഠിച്ചാലും മതപഠനത്തിൽ ചിലപ്പോൾ നമുക്ക് 3 ഡോക്ടറേറ്റ് ഉണ്ടാകാം, പക്ഷെ വിശ്വാസം ഉണ്ടാകണം നിർബന്ധമില്ല. ജായിറസ് സിനോഗ അധികാരിയും മതപഠനങ്ങളിലൊക്കെ നല്ല അറിവുള്ള മനുഷ്യനാണ്. പക്ഷെ ഈശോയോട് എന്താ പറയണത്? നീ വരണമെന്ന് പറയും. നീ വന്ന് നിൻ്റെ കൈ വെച്ച് എൻ്റെ മകളെ സുഖപ്പെടുത്തണം. അപ്പോൾ നോക്കിയേ, അതൊന്ന് അളന്ന് നോക്കിക്കേ, എന്തോ കുഴപ്പമില്ല എൻ്റെ അടുത്ത്. രക്തസ്രാവരോഗി എന്താ പറയണത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊടാനിടയായ താൻ സൗഖ്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മർക്കോസ് 5:28 കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്ന് മർക്കോസ് 5:35 വരുമ്പോൾ ജൈറൂസിൻ്റെ പറച്ചിലാണ്, നീ വന്ന്. അപ്പോൾ ഈശോൻ നീ വന്ന് എൻ്റെ മകളുടെ മേൽ വന്ന് വാതിക്കൽ നിന്നാലും പോരാ, അകത്ത് കയറണം, അകത്ത് കയറിയാലും പോരാ, എൻ്റെ മകളെ തൊടണം. ഈ വിശ്വാസത്തിൻ്റെയൊക്കെ പാളിച്ച എന്താണെന്നറിയാമോ? ഇത് ഇനി ഇവർ രണ്ടും യഹൂദന്മാരാണ്. യഹൂദനല്ലാത്തൊരു വിജാതിയനുണ്ട്. അയാൾ പറഞ്ഞ കേൾക്കെങ്കിൽ നമ്മൾ ഈ ജൈറൂസിനൊക്കെ തല്ലിക്കൊല്ലും. എന്താ പ്രശ്നം? അയാളെന്താ പറഞ്ഞത്? എൻ്റെ ഭൃത്യൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുന്നു, എനിക്ക് അങ്ങേ വന്ന് നേരിട്ട് കാണാൻ പോലും എനിക്ക് യോഗ്യതയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭൃത്യന്മാരെ വിട്ടത്. ശതാധിപൻ റോമൻ ഭരണാധികാരി എന്താ പറയണത്? അങ്ങ് ഈ വഴിയിൽ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ലുക്ക 7:7 എന്താ പറയണത്? അങ്ങ് ഈ വഴിയിൽ നിന്ന്. അപ്പോൾ രക്തസ്രാവക്കാരേക്കാൾ മുകളിലാണ് അയാൾ. രക്തസ്രാവക്കാർ രോഗി പറഞ്ഞത് കർത്താവിന് ഞാൻ തൊടണം. ജൈറൂസ് പറഞ്ഞത് നീ വരണം, എൻ്റെ വീട്ടിൽ കയറണം, എൻ്റെ മകളെ തൊടണം. ശതാധിപൻ എന്താ പറയണത്? ലുക്ക 7:7 നീ ഈ വഴി വരണ്ട, നിന്നെ സ്വീകരിക്കാനൊന്നും എനിക്ക് യോഗ്യതയില്ല, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വ്യത്യസ്തങ്ങളായ വിശ്വാസ നിലവാരങ്ങള് കേൾക്കുമ്പോഴ് ശതാധിപന്റെ വിശ്വാസം പോലെ എന്നെ ശക്തിപ്പെടുത്തണമേ. എന്താ ശതാധിപന്റെ വിശ്വാസത്തിന് ഗുണമെന്ന് പറയണത്? അപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുക. പലപ്പോഴും സന്ദേശം വരണത് എന്താ? സന്ദേശം വരണത് ഇപ്പം ആരാധന സന്ദേശം വരണത് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ വീട്ടിലുള്ളവരെക്കുറിച്ചാണ് സന്ദേശം വരണത്, ഇല്ലേ? വീട്ടിലുള്ള രോഗികൾ എഴുന്നേറ്റ് വരണതും ക്യാൻസർ സുഖപ്പെടുന്നതൊക്കെയാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇവിടെ ഇരുന്ന് വിചാരിക്കും. നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ മകൻ മസ്കറ്റിലാണ്, അവൻ പറഞ്ഞേക്കണ മമ്മി ഇന്ന് വൈകുന്നേരമാണ് ഇൻ്റർവ്യൂ. അപ്പം മമ്മി പറയും നീ വിഷമിക്കാതിരിക്കുക, ഞാൻ കൃപാസനത്തോടെ പോവുകയാണെന്ന് പറയും, ഞാൻ കർത്താവിന് മുമ്പിൽ ഉണ്ടാകും. അത് നിൻ്റെ മകനെക്കുറിച്ച് നിൻ്റെ മകൾ നിന്നോട് വേവലാതിയും കണ്ണീരും പറയുമ്പോഴേ നിനക്കെന്താണ് ഉറപ്പുള്ളത്? അനേകായിരങ്ങളുടെ സാക്ഷ്യമാണ് നമ്മുടെ ഉറപ്പ്. ഈശോ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ആരാധന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബോർമയിൽ, ഈ വിയർപ്പിൽ, ഈ വേദനയിൽ ഞാൻ അമർന്നിരിക്കും, ഇരുന്ന് ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കും. ഇപ്പം ചില അണ്ണന്മാരൊക്കെ പോയില്ലേ, കാര്യം റോഡേ വരെ ആൾക്കാർ നിൽക്കുകയാണ്. അപ്പം ചില ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് 1-2 പേരൊക്കെ പോയെന്ന് എന്നോട് പറഞ്ഞു. ഒരു മണ്ടത്തരമാണ് കാണിക്കണത്. എന്താ കാര്യം എന്നറിയാമോ? ഇരിക്കാൻ പറ്റുകയില്ലെങ്കിലും തൂണയിലൊക്കെ കുത്തിയിരിക്കണം. നമ്മൾ കാല് കഴിച്ചാലും അവിടെ നിൽക്കണം. നേരം ഇന്ന് മഴ പെയ്തില്ല, ഞായറാഴ്ച മഴയും പെയ്തു, എന്നിട്ട് അനങ്ങിയിലൊരു മനുഷ്യൻ. 2-3 പേര് മാത്രം അങ്ങോട്ട് കയറി, ബാക്കിയുള്ള നിന്ന് മഴ കൊണ്ടപ്പോൾ ഞാൻ കർത്താവേ ഓരോ മഴത്തുള്ളികളെയും നിൻ്റെ രക്തമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നതാണ് ആ വാക്ക് ആ സമയത്ത്. പിന്നെ മനുഷ്യൻ ചലിച്ചില്ല. എന്താ കാര്യം? കർത്താവിനെ രക്തമാക്കി മാറ്റും.
കാര്യം വിശ്വാസം പ്രഖ്യാപിച്ച് മഴയത്ത് നിൽക്കുകയല്ലേ അവൻ. ഈ വിയർപ്പിലും ഈ പുഴുക്കിലും നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള അവസരമാണ്. ഇതിൽ ലാവിഷായിട്ട് സ്ഥലം കിട്ടി നമ്മളിങ്ങനെ എ സി റൂമിലല്ലേ. ഇപ്പം പള്ളികളെല്ലാം എ സി ആയിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ പല പുതിയ പള്ളികളെല്ലാം ഒക്കെ വെക്കുന്നതെല്ലാം എ സി ആയിട്ടാണ് വെക്കുന്നത്. കാര്യം നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എ സിയിലിരുന്ന് കുഞ്ഞുങ്ങളെ പഠിക്കണത്. അപ്പോൾ അവരൊക്കെ നാളെ പള്ളി വരണമെന്നുണ്ടെങ്കിൽ ഈ പള്ളികളിലൊന്നും അവർ വരത്തില്ല. അതാണ്. അതുകൊണ്ട് പുതിയ പള്ളി ചെയ്യുമ്പോഴെല്ലാം സെൻട്രലൈസ് എ സി ആയിട്ടാണ് ചെയ്യണത്. കാര്യം ഈ പിള്ളേരെല്ലാം പഠിച്ചേക്കണത് എ സി. ജനിച്ച് വീണ തന്നെ എ സിയിലാണ്, പിന്നെ വളരണ എ സിയിലാണ്. 20 കൊല്ലം കഴിയുമ്പോൾ എല്ലാ പള്ളിയും എ സി ആക്കേണ്ടി വരും. നമ്മളെപ്പോലെ ആരും ഇരിക്കത്തില്ല. നമ്മൾ ഭാഗ്യവാന്മാരാ. എ സിയിൽ അങ്ങനെ ഒരു 3 നേരം ഭക്ഷണം കഴിച്ച് ലാവിഷായിട്ട് വന്നിരിക്കും. ആര് വരാൻ? കർത്താവ് വരണമെങ്കിൽ ഇങ്ങനെ ഇരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കാമെന്നാളും വർണ്ണിക്കാമെന്നാളും ദൈവത്തിൻ ഒന്നാമത്തെ ദുഃഖങ്ങൾ നീക്കുന്ന രോഗങ്ങൾ വായിക്കുന്ന ജീവിക്കും കർത്താവിനെ. സ്തുതിക്കാമെന്നാളും വർണ്ണിക്കാമെന്നാളും ദൈവത്തിൻ ഒന്നാമത്തെ ദുഃഖങ്ങൾ നീക്കുന്ന രോഗങ്ങൾ വായിക്കുന്ന ജീവിക്കും കർത്താവിനെ. കരങ്ങൾ ഉയർത്തിയടിച്ചു കൃപയേറുന്നാഥാവിന്റെ കവിതേ വരുന്നു ഞങ്ങൾ. മാറി പെയ്യണമേ മരുഭൂമിൽ ജീവിച്ചിടാ. കൃപയേറുന്നാഥാവിന്റെ കവിതേ വരുന്നു ഞങ്ങൾ. കൃപമായി പെയ്യണമേ മരുഭൂമിൽ ജീവിച്ചിടാം. സ്തുതിക്കാമെന്നാൾ വർണ്ണിക്കാമെന്നാൾ ദൈവത്തിൻ ഒന്നാമത്തെ ദുഃഖങ്ങൾ നീക്കുന്ന രോഗങ്ങൾ വായിക്കുന്ന ജീവിക്കും കർത്താവിനെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവളെ ധൈര്യപ്പെടുത്തി, മകളെ നീ സൗഖ്യമോടായിരിക്കുക. അപ്പോൾ ഈശോൻ്റെ ഒരു കൺസെൻറ്റ് കൂടി കൊടുത്തതിന് അവൾ സ്വന്തമായിട്ടൊന്ന് പുറകിൽ നിന്ന് കട്ടെടുത്തതാണ് ഇല്ലേ. സ്വന്തമായിട്ട് വിശ്വാസം കൊണ്ട് പുറകിലൂടെ വന്ന് ഈശോ പോലും അറിയാതെ കട്ടെടുത്തതാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, മകളെ സൗഖ്യമായിരിക്കും. അതായത് നീ അത് എടുത്തോളാൻ പറഞ്ഞു. അവളെടുത്തതാണ്, അനുവാദമില്ലാതെ. അവസാനം അനുവാദം കൊടുത്തു. വിശ്വാസപൂർവ്വം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ വിശ്വസിച്ച് കർത്താവിൽ നിന്ന് എടുക്കണത് അത് ഏതവസ്ഥയിലാണെങ്കിലും കർത്താവ് നമുക്കത് തരും. അവിടെ സമാധാനത്തിന് പോകാൻ പറഞ്ഞു. അത് ഭയങ്കര വർത്തമാനമാണ് പറയണത്. സമാധാനത്തോടെ, അതായത് അവളുടെ ഭൗതികം, ആത്മീയം, സാമൂഹികം, സാമുദായികം എല്ലാ മേഖലകളിലും സമാധാനമാണ്. ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഭയങ്കര ഈടുള്ള വാക്കാണ്. അവിടെ ലൈഫ് തന്നെ മൊത്തം ചേഞ്ച് ചെയ്ത് പോവുകയാണ്. സമാധാനത്തെ പോയിക്കൊള്ളാം, ഇനി നിനക്ക് അസ്വസ്ഥത ഉണ്ടാകത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അതും പറഞ്ഞിട്ട് ആൾ നേരെ ജെറൂസലേമിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വഴിക്ക് ചെന്നപ്പോൾ അവിടുന്ന് 2 പേര് ഇങ്ങോട്ട് വന്നു. എന്താ പറഞ്ഞത്? ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കണ്ട. ബുദ്ധിമുട്ടിക്കുന്ന എന്തിന്? കാരണം എന്താണ്? കുട്ടി മരിച്ചുപോയി. അത് മർക്കോസിൻ്റെ 5-38 വചനമാണ്. ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട. കാരണം എന്താണ്? കുട്ടി മരിച്ചുപോയി. ഇതൊരു സ്വാഭാവികമായ കാര്യമാണെങ്കിലും നമ്മൾ വളരെ കരുതലോടെ കൃപാസനത്തിൽ ആരാധന എടുക്കുന്നവരും ഉടമ്പടിയിലിരിക്കുന്നവരും വളരെ കരുതലോടെ ധ്യാനിക്കേണ്ട വിഷയമാണ്. ചില സമയത്ത് നമ്മളുടെ എല്ലാം റിജക്റ്റാവും. ഇപ്പം
ഇപ്പം കുട്ടി മരിച്ചു പോയില്ലേ? കുട്ടി മരിച്ചു പോയി, ഇനിയിപ്പോൾ അടക്കത്തിന് പോയാൽ മതിയല്ലോ. കുട്ടി മരിച്ചു പോയില്ലേ? ഇപ്പം കുട്ടി മരിച്ചു കഴിഞ്ഞുകൊണ്ട് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. യേശുവിനെ തന്ത്രപൂർവം പിശാച് ചില സമയത്ത് ഒഴിവാക്കും. ഓർക്കണം. അതായത് ഈശോ മുന്നോട്ട് പോയാൽ വലിയ ദൈവമഹത്വം ഉണ്ടാവും. വിശ്വാസത്തിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ വീണു പോകുമ്പോഴും നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോൾ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ്, എൻ്റെ ഗർഭാശയം എടുത്ത് മാറ്റി, അപ്പോഴും ഞാൻ ഉടമ്പടി ചെയ്തൊരു കുഞ്ഞിന് വേണ്ടിയെന്ന്. ഞാൻ തന്നെ വാവിളിച്ചു, ഇതെന്ത് പരിപാടിയെന്ന്. എൻ്റെ ഗർഭാശയം എടുത്ത് മാറ്റി, അണ്ടാശയത്തിൽ ക്യാൻസർ കാരണം ഗർഭാശയം എടുത്ത് മാറ്റി, അപ്പോഴും ഞാൻ ഉടമ്പടി ചെയ്ത് എനിക്കൊരു കുഞ്ഞിന് വേണ്ടി. അപ്പോഴും എന്നെ ഗവൺമെൻറ് വിളിച്ച് എനിക്കൊരു കുഞ്ഞിനെ തന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തുതികളെ ഹല്ലേലൂയ. അത് കഴിഞ്ഞ ഞായറാഴ്ച സാക്ഷ്യമാണ്. കാര്യം അവൾ 6 കൊല്ലം മുമ്പ് അവൾക്ക് കുഞ്ഞുണ്ടാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കൃത്യമായിട്ട് വൈദ്യശാസ്ത്രം പറഞ്ഞു. കാരണം ഒരു കുഞ്ഞിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൽ ആപ്ലിക്കേഷൻ വെച്ചിരുന്നു. ഇതുവരെ അത് കോൾ ഫോർ ആയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ ഗർഭാശയം എടുത്തു മാറ്റേണ്ടി വന്നത്. ഗർഭാശയം എടുത്തു മാറ്റിയതിന് ശേഷവും ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ് ഉടമ്പടി ചെയ്യേണ്ടത്? കർത്താവേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന്. ആ ഉടമ്പടി ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ് വിളിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ വന്നത്. നല്ല പൈങ്കിളി കുഞ്ഞ്. അതായത് ഈ ഉടമ്പടി വേറൊരു സബ്ജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് അമ്മ നേരിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. ഗർഭാശയം ഇല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് കുഞ്ഞിനെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അത്രയുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ സാക്ഷ്യം പറയണത്. അപ്പം നമുക്കിത് ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പില്ല. ഇപ്പം നമുക്ക് സ്ഥലം വഴി തരാമെന്ന് പറഞ്ഞ ആൾ മരിച്ചു, അല്ലെങ്കിൽ ഭാഗ ഉടമ്പടിയുടെ വിഷയം. ഭാഗ ഉടമ്പടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ പേരിലാണ് ഭാഗ ഉടമ്പടി, അല്ലെങ്കിൽ അമ്മമ്മയുടെ പേരിൽ. അമ്മമ്മ മരിച്ചു, ഭാഗ ഉടമ്പടി ചെയ്തു തരാനുള്ള അമ്മമ്മ മരിച്ചു, നമ്മൾ ഉടമ്പടി ചെയ്തപ്പോൾ മരിച്ചു. ഇനിയിപ്പോൾ എന്താ പറയണത്? അമ്മയുടെ മക്കളും മക്കളുടെ മക്കളും ഒരു 14 പേര് വേണം ഒപ്പിടാൻ, ഇല്ലേ? അമ്മയ്ക്ക് തന്നെ നമുക്ക് തരാൻ താല്പര്യമില്ലാതിരിക്കരുന്നു, അതുകൊണ്ടാണല്ലോ ഇത്ര നീണ്ടത്. അമ്മമ്മക്ക് തന്നെ നമുക്ക് തരാൻ താല്പര്യമില്ലാതിരിക്കരുന്നു, അപ്പോഴാണ് നീണ്ടത്. ഇപ്പോൾ അവർ മരിച്ചപ്പോൾ എന്ത് പറ്റി? പണ്ട് അവർ മാത്രം തീരുമാനം എടുത്താൽ മതിയായിരുന്നു. അവർ മരിച്ചപ്പോഴിന് 14 പേര് തീരുമാനം എടുക്കണം. ആ 14 പേര് നാട്ടിൽ പലരും ഇല്ല, ഈ ആൾക്കാരൊക്കെ വരണം. അപ്പോഴും നമ്മൾ മുന്നോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വാസം. കുട്ടി മരിച്ചു എന്ന് പറഞ്ഞില്ലേ? കുട്ടി മരിച്ചപ്പോൾ ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കണം? ഞാൻ പഠിച്ചത് എന്താണെന്നറിയാവോ? ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ഈ 5:18 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറയും, ഗുരുവിനെ എന്തിനും ബുദ്ധിമുട്ടിക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കണമെന്നല്ല ബൈബിളിൽ കിടക്കണത്. ഇത് പരിശുദ്ധാത്മാവ് വായിക്കുമ്പോൾ ആത്മാവ് പറയും, ഗുരുവിനെ എന്തിനും ബുദ്ധിമുട്ടിക്കാം. ഒരു സാക്ഷ്യം പറഞ്ഞോന്നറിയത്തില്ല, വായിക്കുന്നത് പോണില്ല. അപ്പോൾ അവരെന്തെങ്കിലും ഉടമ്പടി ചെയ്ത് പത്രത്തിൽ കിടന്ന്, അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ വരുന്ന എന്തോ ഒരു പുതിയ സാധനം വരണ പോലെ തോന്നിയെന്ന്. അത്രയും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മൊത്തം പോവുകയാണ്. ഡോക്ടർ ഓപ്പറേഷൻ നിശ്ചയിച്ച രോഗിയാണ്, ഓപ്പറേഷൻ ഇല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരണത്. അപ്പം നിങ്ങൾക്ക് ദൈവം ഈ വയറ്റിൽ നിന്ന് പോകാത്ത കാര്യത്തിൽ ഗുരുവിനെ പറയാമെന്ന്. മനുഷ്യൻ്റെ കാര്യം എന്താണ് എല്ലാത്തിനും പറയാൻ ഗുരുവിനെ എന്തിനും ബുദ്ധിമുട്ടിക്കണമെന്നല്ല, ഗുരുവിനെ എന്തിനും ബുദ്ധിമുട്ടിക്കാൻ. കൈ എടുത്ത് കിടന്നാൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ാലയല്ല ശക്തിയാലയല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ധൈര്യത്താലയല്ല ശക്തിയാലയല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആത്തുപാടി തൂതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ല് കയറ്റാം, ദൈവസഭ പണിയാം. ആത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ല് കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തനാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ, മഴ നൽകാം. പെന്തക്കോസ്തനാളിൽ മഴ പെയ്യിച്ച
പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്ത നാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത നാളിൽ പിന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. Praise the Lord. ഇന്ന് കൃപാസനത്തിൽ നിന്ന് പോകുമ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കുക? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം ഈശോ പറയും, എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ട് ഞാൻ ചെയ്യുവാന്ന് ചോദിക്കും, ഇല്ലേ? ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമുക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ഇതിനേക്കാൾ കുറഞ്ഞ ബുദ്ധിമുട്ടുകളായിരിക്കും. അതുകൊണ്ട് ഈശോ ഒരു വാക്ക് പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ബൈബിളിലുള്ള വാക്കെല്ലാം ഭയങ്കര തൂക്കമാണ്. കുട്ടി മരിച്ചുപോയി എന്ന് പറയുമ്പോൾ, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറയുമ്പോൾ ഈശോൻ്റെ പ്രതികരണം എന്താണ്? മരിച്ചുപോയി, ആ ഫയൽ റിജക്റ്റായി, നിന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയി എന്ന് പറയും. ചില ആൾ വിഷമിക്കത്തില്ലേ? കാര്യം ഒരു ഡോക്ടറിന് 6 കൊല്ലമായിട്ട് ചികിത്സിക്കുന്നതാണ്. അപ്പോൾ ആ ഡോക്ടറിനാണ് നമ്മൾ കാര്യങ്ങൾ ചെന്ന് പറയുകയും എല്ലാം ചെയ്യണത്. അപ്പോൾ അവർ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വന്നു, ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് പോയി, ഡോക്ടർ കോട്ടയത്ത് പോയി. ആ ഡോക്ടറിനെ പുറകെ നമ്മളെങ്ങനെ നടക്കുക? ഇപ്പം ചെന്ന് കോട്ടയത്ത് ചെന്നപ്പോൾ പറയണ ഡോക്ടർ അമേരിക്കയിൽ പോയിരുന്നു. അപ്പം നമ്മുടെ പരിപാടി ഇത്രയും നാളെ ചികിത്സ എല്ലാം വെള്ളത്തിലായില്ലേ? അപ്പോഴും കർത്താവ് പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഡോക്ടർ നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ അമേരിക്കയിൽ പോയാലും വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ മാത്രം എന്നുള്ള വാക്ക് ഞാൻ വളരെ ഒരു അഹങ്കാരത്തോടെ പറയും. എന്താ കാര്യം? വിശ്വസിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ പോരെ? മാത്രമെന്ന് എന്തിനാ പറയണത്? കുട്ടി മരിച്ചെന്ന് പറയുമ്പോൾ ആണിത് പറയണത്. കുട്ടി മരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇനിയുള്ള വിശ്വാസത്തിന് യുക്തിയില്ല. മരിച്ചുപോയില്ലേ? എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. 5:38 തിരുവചനം, മർക്കോസ്. കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ വിശ്വാസത്തിന് എന്താ ഇല്ലാത്തത്? യുക്തിയില്ല. ആ ഈ വിശ്വാസത്തിന് അനുഭവജ്ഞാനത്തിൻ്റെ ഈടുവെപ്പില്ല. ദൈവവേദനെ ചില സമയത്ത് നിൻ്റെ വിശ്വാസത്തിന് യാതൊരു യുക്തിയും ഉണ്ടാകത്തില്ല. ഒരിക്കലും ഒരു മത്സ്യത്തൊഴിലാളി സഹോദരൻ്റെ മകൻ എന്നെ കാണാൻ വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛാ, അന്ന് ഇത്രയും ഞാൻ ഈ മെഡിസിന് പോയി, പക്ഷേ അവിടെയൊക്കെ ഭയങ്കര വലിയ വലിയ കാറുകൾ, യൂറോപ്യൻ കാറുകളാണ് വന്നിരിക്കുന്നത്. അവർ ചാക്ക് നിറച്ച് കാശും കൊടുത്തു പോയി. എൻ്റെ അപ്പനും ഞാനും കൂടി അവിടെ പോയിട്ട് വെറുതെ ഞങ്ങൾ നിന്നിട്ട് പോകുന്ന വെച്ചാന്ന് പറഞ്ഞു. ആരെയും വിളിച്ചുമില്ല, തിരക്കുമില്ല, സീറ്റെല്ലാം കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ തോട്ടത്തിൽ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തോട്ടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെള്ളയായിരുന്നു എൻ്റെ കൈ ഇരുന്നത്. ഞാൻ ചെള്ള കൊണ്ടുപോയി, ഞാനൊരു വീടകത്ത് നിൽക്കരുത്, തോട്ടത്തിൻ്റെ വീടകത്ത് നിൽക്കരുത്, പച്ചക്കറി തോട്ടത്തിൻ്റെ. അത് കൊണ്ടുപോയി ഞാൻ തൈത്തെങ്കിൽ എൻ്റെ കൈ ചെള്ള തേച്ചിട്ട് ഇവൻ്റെ ബട്ടൺ സൂരി ഇടാൻ പറഞ്ഞു. ഞാൻ ഇവൻ്റെ നെഞ്ചത്ത് കൈവച്ച്, കൈ നെഞ്ചത്ത് വെച്ച്, ചെളിയും കൈ കൊണ്ട് നെഞ്ചത്ത് വെച്ച്, നീ വിശ്വാസപ്രമാണം ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോഴവൻ വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ ഒരു പച്ച കാർഡ് വന്നു. നീ പൊയ്ക്കോ, ഒരു പച്ച കാർഡ് നിനക്ക് വരുമെന്ന് പറഞ്ഞു. പച്ചക്കാർഡ് വരുമെന്ന്. ഇവൻ ഈ പച്ചക്കാർഡും തിരക്കി. ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ആഗസ്റ്റ് കഴിഞ്ഞു. അപ്പോഴൊക്കെ ഇടയ്ക്ക് വരും. അവൻ, അച്ഛാ ഒന്നും വന്നില്ല അച്ഛാ, ഞാൻ ഒരിടത്തും കയറിയില്ല അച്ഛാ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവനെ കർത്താവ് നമ്മോട് പറഞ്ഞതില്ലടാ, വരുവടാ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, സെപ്റ്റംബർ ആയപ്പോൾ ഒരു പച്ചക്കാർഡ് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഡോക്ടർ ഇന്ന് മസ്കറ്റിലെ MD ഡോക്ടറാണ്. അദ്ദേഹമാണ് പഴയ അപ്പുറത്ത് ഞാൻ ഇരുന്നപ്പോൾ ആ പള്ളി പണിയാൻ വേണ്ടി പൈസ തന്നത്. 1.5 ലക്ഷം രൂപയോളം പോരാൻ നേരത്തെ കടമുണ്ടായിരുന്നു. അതും അദ്ദേഹമാണ് തന്നത്. അതിൻ്റെ അർത്ഥം, അതായത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞില്ലേ രാജേഷ് ഡോക്ടർ, ഓമനപ്പുഴക്കാരൻ ഉണ്ടെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും അവർക്ക്.
അവിടെ നാട്ടുകാരനാണ്. ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കുക. ഒരു കാര്യം പോണ പോക്കാണ്. അതായത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ഒന്നുമില്ല. നിൻ്റെ മെറിറ്റില്ല, മാനേജ്മെൻറ്റ് സീറ്റില്ല, വിശ്വാസം മാത്രം. എൻ്റെ ദൈവത്തിന് നീ കൃപാസനത്തിലല്ലേ നിന്നെ അമ്മ വിട്ടത് പ്രാർത്ഥിക്കാൻ ഇല്ലേ? ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ഞാൻ ഈശ്വരനോട് ചോദിക്കണം, നിങ്ങളോട് ചോദിക്കണേ. നിങ്ങൾക്ക് 50 ലക്ഷം കടമുണ്ട്, നിങ്ങൾക്ക് വായ്പ തരാൻ ആരുമില്ല. നിങ്ങൾക്ക് 50 ലക്ഷം കടമുണ്ട്, നിങ്ങൾക്ക് വായ്പ തരാൻ ആരുമില്ല. നിങ്ങളുടെ വീട് വിൽക്കണം, വീട് വിറ്റാൽ പോലും നിങ്ങൾക്ക് 20 ലക്ഷം രൂപയെ കിട്ടത്തുള്ളൂ. വാടക പകുതി കൊടുക്കണം 3 ലക്ഷം രൂപ, പിന്നെ വാടക 14,000 രൂപ കൊടുക്കണം, 10,000 രൂപയോ 8 രൂപയോ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്നാലും കടം തീരത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താ കാര്യം? ഇത് തന്നെയാണ് ജീവിതത്തിൽ വരുന്ന വിഷയം. ജൈറസിൻ്റെ മകൻ മരിച്ചുപോയി, മകൾ മരിച്ചുപോയി. അവർ ചോദിക്കാൻ കണ്ടില്ലേ, പിന്നെ എന്തിനാണ് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടത്? അപ്പോൾ ഗുരു എന്താ പറയണത്? വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ നിങ്ങളുടെ കേസ്, നിങ്ങൾ എന്ത് കേസ് വന്നാലും ഞാൻ പിടിക്കണത് എന്താ? ചില സമയത്ത് ഈ ജൈറസിൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് ഈശോ പോകുമ്പോൾ അത് യുക്തിയല്ല ശരിക്കും. ചില സമയത്ത് നമ്മുടെ വിശ്വാസത്തിന് യുക്തി ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് പറയും മക്കളെ പൊക്കോ എന്ന് പറയും, മുട്ടേ നേരത്തെ പറഞ്ഞിട്ട് വരും മക്കളെ പൊക്കോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയും അച്ഛനൊന്നും പറഞ്ഞില്ലല്ല, എന്താണ് ഇനി വീട്ടിൽ പോയിട്ട് മാർഗം? ദൈവം വല്ല നാടും വിട്ട് പോകാമായിരിക്കും. അല്ല, മക്കളെ പൊക്കോ എന്ന് പറഞ്ഞാൽ സഞ്ചാരി മാതാവല്ലേ, ഏത് സമയത്തും വരാമല്ലോ. നിങ്ങളുടെ പ്രശ്നം അപ്പോഴും ദൈവം പറയും നീ പോയി വെള്ളം അടിക്കാൻ പറയത്, അപ്പം ഈ സമയത്ത് കിടന്ന് ഉറങ്ങിയേക്കാം. അപ്പം ചില ആൾക്കാർ ഉടമ്പടി ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്മോൾ അടിച്ചിട്ടുണ്ട്. ആ പാട്ടിക്കൊന്നും ജോസഫച്ചനെ കാണത്തില്ലേ? നേരത്തെ പറഞ്ഞേക്കാം, കാണത്തില്ല. ഉടമ്പടി ബ്രേക്കായില്ലേ അപ്പം തന്നെ. അപ്പം നിനക്ക് ഒരു 3 മാസം പോലും നിൻ്റെ വിഷയത്തിലൂടെ നിനക്ക് താല്പര്യമില്ലല്ലോ. ദൈവത്തിലുള്ള വിശ്വാസം എൻ്റെ കളഞ്ഞില്ലേ നീ? ഉടമ്പടിയിൽ 1-ാമത്തെ കാര്യം മദ്യപാനം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ലഹരി പദാർത്ഥങ്ങൾ അത് നിനക്ക് പിടിച്ചിരിക്കാൻ. നിൻ്റെ 2 കാര്യം മടങ്ങിപ്പോയപ്പോഴേ നീ എന്തിനാ പഴയ ആളായി മാറിയത്? അപ്പം നീ പഴയ ആൾ തന്നെയല്ലേ ഇപ്പോഴും. അപ്പം നിൻ്റെ ഉടമ്പടി എന്താണ് എങ്ങനെയാണ് ബലമാകണത്? അപ്പം അത് വിശ്വസ്തയുടെ പ്രശ്നമുണ്ട്. ഉടമ്പടി വിശ്വാസമല്ല, ഉടമ്പടി വിശ്വസ്തതയാണ് വേണ്ടത്. എത്രയും വേഗം പോയി ഉടമ്പടിയിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കണം. കർത്താവ് നിങ്ങളെ കൈവിട്ട് കളയത്തില്ല. കാര്യം ഈ യാത്ര ചില സമയത്ത് വിശ്വാസത്തിൻ്റെ യാത്ര മാത്രമാകും. കാര്യം എൻ്റെ അത് യുക്തിയില്ല. ഡെഡ് ബോഡിയുടെ അടുത്ത് കർത്താവ് ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതാണ് നാട്ടുകാർ ചോദിക്കണത്. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണേ എന്തിനാണെന്ന്. അപ്പോൾ ഈശോ എന്താ പറയണത്? യുക്തിയില്ലെങ്കിലും മുന്നോട്ട് പോകുന്നതിൽ യുക്തിയില്ല, റീസൺ ഇല്ല, അനുഭവം ജ്ഞാനത്തിൻ്റെ അതുപോലെ പിൻബലവും ഇല്ലെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും. യെറ്റ് ഹി വെന്റ് ഓൺ. കർത്താവ് പണ്ടും അങ്ങനെയായിരുന്നു. കർത്താവ് അങ്ങനെയായിരുന്നു. പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞപ്പോഴും ആ മുന്നോട്ട് പോയി. യെറ്റ് ഹി വെന്റ് ഓൺ. യൂദാസ് അവൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവനെ കൊലക്ക് കൊടുത്ത് കാശ് വാങ്ങിയപ്പോഴും യെറ്റ് ഹി വെന്റ് ഓൺ. ആ മുന്നോട്ട് പോയി. അങ്ങനെ അവൻ കാരമുള്ളിൻ്റെ കീഴവും ചൂടി കുരിശേറ്റിക്കൊണ്ട് പിടഞ്ഞു തല്ലി വീണവൻ്റെ തഗ് തകരുമ്പോഴും എഴുന്നേറ്റവൻ മുന്നോട്ട് പോയി. അവൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ കൈയടിച്ച് കിടന്ന സുടികൾ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനി നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനി നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എപ്പോഴും ഓർക്കുകയെ,
കഴിഞ്ഞ മൂന്നാമത്തെ ഞായറാഴ്ച, നാലാമത്തെ ചൊവ്വാഴ്ച ഞാൻ എനിക്ക് മുറിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു മെസ്സേജും വന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ഞാൻ വളരെ അസ്വസ്ഥനായിട്ട് ഇറങ്ങി. കാര്യം ഇവിടെ പറയേണ്ട വചനങ്ങൾ നമുക്ക് വരണില്ല, നമുക്ക് ഒന്നും പഠിച്ച് പറയാൻ പറ്റത്തില്ല മക്കളെ. ഇത് പരിശുദ്ധാത്മാവിൽ പറയുന്നത് കൊണ്ട് നമുക്ക് പഠിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചാണ് പറയണത്. ഒറ്റ വചനം കിട്ടിയില്ല. അപ്പോൾ എൻ്റെ വാതിൽ തുറന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ ഇസഹാക്കിൻ്റെ ചോദ്യം വന്ന് ഞാൻ പിന്നെ അകത്തോട്ട് കയറി. ഇസഹാക്കിൻ്റെ ചോദ്യം അത് ആ സമയത്താണ് വരുന്നത്. ഈശോയുടെ ഒരു രീതി അതാ. അപ്പ കത്തിയും തീയും ഉണ്ടല്ലോ അപ്പ, കുഞ്ഞാട് എവിടെ? അവൻ പറയണ ശരിയല്ലേ? കയ്യിൽ കത്തിയുണ്ട്, തീയുണ്ട്. ദഹനബലിക്കുള്ള പുറപ്പാടാണെന്ന് മകന് മനസ്സിലായി. പക്ഷെ ആട് മാത്രമേ ഇല്ലേ? അപ്പം ചില ആൾക്കാരൊക്കെ ഇന്നാണ് ഒരു പയ്യൻ സാക്ഷ്യം പറഞ്ഞെന്തറിയാമോ, എനിക്കൊരു ബൈക്ക് വേണം, എനിക്ക് ബൈക്കില്ലാതെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, എറണാകുളത്ത് പോകണം. കാര്യം ഞാൻ വണ്ടിക്ക് പോയാൽ എനിക്ക് സമയത്ത് എത്താൻ പറ്റത്തില്ല. പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോൾ 8 മണിക്ക് ഓഫീസിൽ കയറണം. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ ജോലി പോകും, ഈ ബസ്സിന് പോയാൽ എൻ്റെ ജോലി പോകും, അതെനിക്ക് ബൈക്ക് വേണം. പക്ഷേ ബൈക്ക് മേടിക്കാൻ കാശില്ല. അപ്പോൾ അവനെന്ത് ചെയ്ത്, അവനൊരു കീച്ചെയിൻ മേടിച്ചു. കീച്ചെയിൻ എടുത്തപ്പോൾ അമ്മേ ബൈക്കിൻ്റെ കീച്ചെയിൻ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ ഒറ്റ മാസം കൊണ്ട് സാക്ഷ്യം പറഞ്ഞ് അത് തന്നെ പറഞ്ഞോണ്ടേ. അപ്പം നമ്മുടെ കൈ കീച്ചെയിനുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? കീച്ചെയിൻ പ്ലസ് വിശ്വാസം. അതാണ് പ്രശ്നം. കീച്ചെയിനുണ്ട്, പിന്നെ എന്താ ഉള്ളത്? വിശ്വാസം. അതിൻ്റെ കൂടെ ചേർക്കണം. ഒരു ബാലകൻ്റെ കയ്യിൽ 5 അപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർ ചോദിച്ചു, ഇത്രയേറെ പേർക്ക് അതുകൊണ്ട് എന്താകാനാണ്? അപ്പോഴും ഈശോ പറയും, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറയും. കീച്ചെയിൻ അമ്മയെടുത്ത്, അമ്മയെ കീച്ചെയിൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മതിയുടെ മകനെ എന്ന് പറയും. നീ വിശ്വാസത്തിലാണ് അത് പറഞ്ഞെങ്കിൽ മതിയുടെ മകനെ എന്ന് ഉടനെ പറയും. എന്താണ്? വിശ്വാസം ഒരു ബന്ധമാണ്. എന്തിന് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവിനെ അവഗണിക്കണ പോലെയും പുറത്താക്കണ പോലെയാണ് ഇത് വരണത്. പക്ഷേ നമ്മൾ വിശ്വസിക്കുമ്പോഴേ കർത്താവ് അകത്ത് വരും. ഒഴിവാക്കണ കർത്താവ്, ദൈവം ഒഴിവായി പോകേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ വിശ്വസിക്കും. അതുകൊണ്ടാണ് 5:38 പറയണത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എബ്രാഹാം എന്താ പറഞ്ഞത്? ഉൽപ്പത്തി 22:8 മകനെ അത് പറയല്ലേ കർത്താവേ എന്ന് പറഞ്ഞ് പിടച്ച് തല്ലിയാണ് ഈ വല്യപ്പൻ മുമ്പേ പോണത്. ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഇസഹാക്ക് ആടിൻ്റെ കാര്യം ചോദിക്കുമെന്നറിയാം. അത് ചോദിപ്പിക്കല്ലേ യഹോവ, ഞാൻ ഇവിടെ തന്നെ ഹാർട്ട് അറ്റാക്ക് വീണ് ചത്തുപോകും, എൻ്റെ മകനെ കൊണ്ടത് ചോദിപ്പിക്കല്ലേ, എൻ്റെ മകനെ കണ്ടത് ചോദിപ്പിക്കല്ലേ എന്നും പറഞ്ഞാണ് നമ്മൾ ഉടമ്പടിയും ചെയ്ത് പോണത് ഇല്ലേ? അത് തന്നെ അവൻ ചോദിക്കും. ചില സമയത്ത് ഉടമ്പടി സംഭവിക്കല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും. ഉടമ്പടി സംഭവിക്കല്ലേ കർത്താവേ എന്ന് പറയുന്ന കാര്യം തന്നെ ചിലപ്പോൾ കടകവിരുദ്ധമായിട്ട് സംഭവിച്ചെന്ന് വരും. എബ്രഹാം അങ്ങനെയാണ് ചോദിച്ചത്, അപ്പാ എൻ്റെ യഹോവ, എൻ്റെ മകൻ, ഞാൻ നിന്നോടുള്ള വിശ്വസ്ത കൊണ്ട് അവനെ പ്രേരിപ്പിക്കുന്നവരെ എനിക്ക് സ്നേഹിക്കാനും ജീവിക്കാനും വേണ്ടി തന്നതാണ് അവൻ. പക്ഷെ നീ പറയുമ്പോൾ എനിക്ക് നീയാണ് വലുത്. പക്ഷേ എൻ്റെ മകൻ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ബോധം കെട്ട് ഈ മലയടുക്കി താഴെ വീണ് പോകും. ഒരു കാരണവശാലും അവനെക്കൊണ്ട് ആടിൻ്റെ കാര്യം ചോദിപ്പിക്കല്ലേ യഹോവ എന്നാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് എബ്രാഹാം. അത് തന്നെ അവൻ ചോദിച്ചു. ചില സമയത്ത് നീ ഉടമ്പടി സംഭവിക്കരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചെന്ന് വരും. അപ്പം നീ തളർന്നു പോകും, ഇനി ഉടമ്പടി ചെയ്തിട്ട് എന്തിനാണെന്ന്. പക്ഷേ എബ്രാഹാം ഒരു വാക്ക് പറയും. എന്ത് പറയും? ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. ദൈവം തരും എന്നല്ല പറഞ്ഞത്, ദൈവം തന്നെ തരും. കൈയടിച്ച് കിടത്താണ്. അതാണ് മക്കളെ പ്രശ്നം. ഇവിടെ ഇപ്പോൾ ആളുണ്ടല്ലോ, നേരിട്ട് ചോദിച്ചോ, അമ്മയുടെ മധ്യസ്ഥ ഉണ്ടല്ലോ. എന്താ പറഞ്ഞിരിക്കണത്? വിശ്വസിക്കുക മാത്രം പറയ. മർക്കോസിൻ്റെ 5:38 ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണത് എന്തിനാ? അവൻ മരിച്ചുപോയി. അപ്പോൾ ഈശോ എന്ന് പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കാരണം എന്താണ്? ദൈവം തന്നെ തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്.
അളിയൻ തരുമെന്നല്ല പറഞ്ഞത്, അയൽവാസി തരുമെന്നല്ല പറഞ്ഞത്, പാർട്ടിക്കാർ തരുമെന്നല്ല പറഞ്ഞത്, സർക്കാർ തരുമെന്നല്ല പറഞ്ഞത്, ദൈവം തന്നെ തരും. കൈ അടിച്ച് കിടത്താൻ നിനെക്കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമെന്ന് തന്നവൻ എന്നും ക്ഷേമമായി പാലിച്ചിടും, ജീവമെന്ന് തന്നവൻ എന്നും ക്ഷേമമായി പാലിച്ചിടും. കരങ്ങൾ ഉയർത്തി. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സീയോൻ യാത്രയതി മനമേ ഭയമൊന്നും വേണ്ടിനിയും, സീയോൻ യാത്രയതി മനമേ ഭയമൊന്നും വേണ്ടിനിയും. വീടില്ല, വീട് വെക്കാനുള്ള സ്ഥലത്തിരുന്നുകൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന, വീട് കിട്ടണവരെ ചെല്ലിയൊരു അമ്മ സാക്ഷ്യം പറഞ്ഞില്ലേ? മകൾക്ക് വയറുവേദന, അതിന് അമ്മ ഫോർട്ട് കൊച്ചിയിലും എവിടെയാണ് വാക്യത്തും അല്ലേ? അപ്പം അമ്മ മാതാവിൻ്റെ പടം സ്വന്തം വേറെ പഠിച്ചുകൊണ്ട് നടന്നു. അതൊക്കെ എന്തിനാണ് അങ്ങനെയൊക്കെ അവർ ചെയ്യണത്? പരിശുദ്ധാവിന് കൊടുക്കുന്ന അവരുടെ ഇതൊന്നും വേറെ ആർക്കും മനസ്സിലാവത്തില്ല, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് എൻ്റെ മകളുടെ വയറുവേദന, അതിന് ഞാനിങ്ങനെ 10-100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നുകൊണ്ട് എൻ്റെ വയറെ മാതാവിൻ്റെ പടവും ഭരിച്ച് നടക്കുകയാണ്. വിശ്വാസമാണ് അത്, അല്ലേ? വിശ്വാസമല്ലേ? അതാണ് വിശ്വാസം. വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവം തന്നെ തരും. ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവം തന്നെ തരും. വീണ്ടും പറഞ്ഞേ, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവം തന്നെ തരും. വീണ്ടും പറഞ്ഞേ, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവം തന്നെ തരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ പറയണം. എന്താ കാര്യം? ഇത് രണ്ടും വചനവാ. ഒന്ന് ഉൽപ്പത്തി 22:8 വിശ്വസിക്കുക ദൈവം തന്നെ തരും. മർക്കോസ് 5:38 എന്താണ്? വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്യണം പരിശുദ്ധാത്മാവ്. കാര്യം ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ് രണ്ടും. അപ്പം ദൈവത്തിൻ്റെ വാക്കുകൾക്കുള്ള ഗുണം എന്താ? ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് മാറ്റമില്ല. അപ്പം ഇത് ഈ ഈശോയെ കക്ഷി ചേർക്കുന്ന പരിപാടിയാണ് വിശ്വാസം. നമ്മുടെ വിഷയത്തിലേക്ക് ഇപ്പം വീടില്ല, നമുക്ക് അത് പോകാനോ വരാനോ തിരക്കാനോ അന്വേഷിക്കാനോ ആരുമില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ആ വീട്ടിൻ്റെ ഉള്ള 3 സെൻറ്റ് സ്ഥലത്തിരുന്നുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? ഇത് രൂപപ്പെടുത്തിയെടുക്കാൻ ദൈവത്തിന് കഴിയും. കാര്യം ഈ ജായിറുസിൻ്റെ വീട്ടിലെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് ഈശോ പോയപ്പോൾ അങ്ങനെ പോകുന്നതിന് യുക്തിയില്ലല്ലോ. അതുകൊണ്ട് അവർ ചോദിക്കണം, ഇത് യുക്തിയില്ല, ഇനി മുന്നോട്ട് പോകേണ്ട യുക്തിയില്ലല്ലോ, അതിന് അനുഭവജ്ഞാനമില്ലല്ലോ. ചത്തതെല്ലാം അടക്കുകയാണ് ചെയ്യണത്, ചത്തതിനെ അടക്കുകയാണ് ചെയ്യണത്. അനുഭവങ്ങൾ അതാണ്, ചത്തതിനെ അടക്കുകയാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് അനുഭവജ്ഞാനത്തിന് പിൻബലമില്ല, യുക്തിയുടെ പിൻബലമില്ല. പിന്നെ എന്തിന് മുന്നോട്ട് പോണ്? മുന്നോട്ട് പോകാൻ ഈശോയ്ക്ക് ഒരു കാരണം മാത്രം, വിശ്വാസം മാത്രം. കൈ അടിച്ചു കിടത്താണ്. പ്രാർത്ഥി കർത്താവ് ദൈവമേ, നിന്നുള്ള വിശ്വാസം, ജീവനുള്ള വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഏത് പ്രതിസന്ധികളാലും നീ എന്നെ പരീക്ഷിക്കുമ്പോൾ നിന്നുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് എന്റെ കൃപ പ്രാപിക്കുവാൻ ജായിറുസിനെ പോലെ, അത് ശതാധിപനെ പോലെ, രക്തസ്രാവക്കാരിയെ പോലെ എന്നെ വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അബ്രഹാമിന്റെ വിശ്വാസം ചെയ്തേ കർത്താവേ, ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താ
എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഇനി ജൈറുസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഈശോ എന്നാ ചെയ്യണത്? ഈ ഡെഡ് ബോഡി കിടക്കുന്ന വീട്ടിൽ ചെന്നില്ലേ, ഈ ശവശരീരം കിടക്കുന്ന വീട്ടിൽ ചെന്നിട്ട് ഈശോ എന്നാ ചെയ്യണത്? കുറേ ആൾക്കാരെ അവിടുന്ന് പറഞ്ഞ് പുറത്താക്കും. ആരെ പുറത്താക്കണത്? കുഴലൂത്തുകാരെ, ബഹളക്കാരെ പുറത്താക്കും. മനസ്സിലായി? എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. 5:40 മർക്കോസ് 5:40. കൊഴൂത്തുകാരെന്ന് പറഞ്ഞാൽ എന്താ? കണ്ണാക്കുകാരാ. വാവിട്ട് നിലവിളിക്കോ? വാടകയ്ക്ക് വിളിച്ചിരിക്കുക. യഹൂദൻ്റെ പാരമ്പര്യമാണ്. ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ ഉടനെ ആ സങ്കട സന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി കുഴലൂത്തുകാരെ വിളിക്കും. അവർ പി ഊതിക്കൊണ്ടിരിക്കും. ഏറ്റവും പാവപ്പെട്ട ഒരാളെയും 2 പേരെ വിളിക്കും. അവരിങ്ങനെ കുത്തി ഊതി 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 ആൾക്കാർ ആ സങ്കട സാഹചര്യം നിലനിർത്തിക്കൊണ്ടിരിക്കും. പിന്നെ വ്യഗ്രത കൊണ്ട് ഓടിച്ചാടി നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ 2 കക്ഷികളും, സങ്കടക്കാരും അതുപോലെ തന്നെ വ്യഗ്രതക്കാരും, നമ്മുടെ ജീവിതത്തിൻ്റെ ആധ്യാത്മികമായ പ്രാർത്ഥനയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ 2 കക്ഷികളെ ഒഴിവാക്കേണ്ടി വരും. നിലവിളിക്കാരെ ഉപേക്ഷിക്കണം, അവന് ബഹളക്കാരെ ഉപേക്ഷിക്കണം. ചിലപ്പോൾ നമ്മുടെ നാത്തൂനായിരിക്കും, ചിലപ്പോൾ അമ്മായിയമ്മയായിരിക്കും, ചിലപ്പോൾ അയൽവാസിയായിരിക്കും, അയൽക്കൂട്ടത്തിലായിരിക്കും. ഇപ്പം ചിലരോട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. പ്രയാസ നിമിഷങ്ങളിൽ അയ്യോ അത് കാര്യമൊന്നുമില്ല, ചത്തുപോയി. ഞാനൊരിക്കൽ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു രോഗിനെയും കണ്ടേച്ച് താഴേക്ക് ഇറങ്ങി വരികയും അപ്പോഴുണ്ട് എൻ്റെ ഇടവക്കാരത്ത് മുകളോട് കയറി വന്നു. അച്ഛൻ എവിടെ പോയി? ഞാൻ പറഞ്ഞു ഇന്നയാളെ കാണാൻ പോയി. അതാണ് ഞാനും വന്നത്. കട്ടിലൊന്ന് കാണിച്ചു തരുവാ. ഉടനെ ഞാൻ കൊണ്ടുപോയി, ഞാൻ വിളിച്ചോണ്ട് പോയി. സ്വന്തം ഇടവക്കാരത്ത് വിളിച്ചോണ്ട് പോയി. അവർക്ക് അറ്റാക്ക് വന്ന് കിടക്കണ ആളിന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇവർ വന്ന് നോക്കി. അയ്യോ ജോണമ്മക്കും ഇങ്ങനെയായിരുന്നെന്ന് പറഞ്ഞ്. ജോണമ്മ തട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. അതാണ് കൊഴലൂത്തുകാരെന്ന് പറയണത്. ഇങ്ങനെ കുറേ കൊഴലൂത്തുകാരുണ്ട്. ഈ സാധനത്തിലേക്ക് എപ്പോൾ കയറോട്ടടിക്കണം. നമ്മളൊരു വിശ്വാസം ഇരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനെ പിടിച്ച് താഴേക്ക് കളയണ കുറേ ആൾക്കാരുണ്ട്. അതും ശരിയായില്ല, അത് നടക്കത്തില്ല, അങ്ങനെ ആനക്കുനൊക്കെ ഇങ്ങനെയാണ് കുറേ കാര്യം. അതായത് ഈ കൊഴലൂത്തുകാരും ബഹളക്കാരും ധൃതിക്കാരുണ്ടല്ല. ഇപ്പം അതേ ധൃതിക്കാരല്ലേ, എൻ്റെ കൊച്ചെ വേറെ പണിയുമല്ലോ നോക്കണ്ട. ഇപ്പം വീട്ടിൽ എന്താണ്ട് അവൾ വന്ന് വീട്ടിൽ നിൽക്കണത്. അപ്പോൾ പറഞ്ഞു അവിടെ അവനുമായിട്ട് ശരിയാകണില്ല, പണി നോക്കാൻ പറയുള്ളൂ. വെറുതെ അവളുടെ സമയം കളഞ്ഞ എന്തിനാണ്? ഞാൻ ആലോചന കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. നല്ല ഭയങ്കര ചെറുക്കനാണെന്ന് പറയും. ഇതാണ് ബഹളക്കാർ. അത് വെറുതെ നിന്നതിനെ പിടിച്ച് വേറെ തന്നെ കെട്ടിച്ച് അതിന് പറ്റിയ അമ്മയും. അപ്പം അതാണ് ധൃതിക്കാരാണ്. കർത്താവ് പറഞ്ഞ ഈ 2നെയും കെറ്റോട്ടിടിക്കും കർത്താവ്. ഇതിനെ കെറ്റോടിക്കണം എന്താ കാര്യം എന്നറിയാം? ഇതിൻ്റെ അകത്തോട്ട് പിശാച് പ്രവർത്തിക്കും. ബഹളക്കാരിലൂടെ പല കുടുംബങ്ങളും തകർത്ത് കളഞ്ഞിരിക്കുന്ന ബഹളക്കാരാ ധൃതിക്കാർ. എല്ലാവരും കാനഡയിൽ പോയി. ഇനി നീ കത്തുകുത്തിരിക്കണം. അമ്മമാർ ചോദിക്കണം, എല്ലാവരും കാനഡയിൽ പോയെന്ന് വേറെ ഒരു പണിയുമില്ല ആൾക്കാർക്ക്. ജനിക്കുക, പഠിക്കുക, കാനഡയിൽ പോവുക. അപ്പോൾ മറ്റുള്ളവരൊക്കെ പോകുമ്പോൾ അമ്മമാർ നമ്മളെ പിരിക്കം കൊടുക്കും, പിരികരണം മറിക്കും. കാര്യം എന്താ? ടെൻഷൻ, ബഹളം. അയ്യോ അപ്പോൾ ഇനിയിപ്പോൾ വേറെ സ്വിറ്റ്സർലൻഡിൽ പോയാൽ പറ്റത്തുവാ? അയ്യോ അത് പറ്റത്തില്ല, കാനഡയിൽ തന്നെ പോകണമെന്ന് പറയും. അല്ല ആസ്ട്രേലിയയിൽ പോയാൽ കാനഡയിൽ തന്നെ പോകണമെന്ന് പറയും. അതെന്താ? ഇവിടെ തലയിൽ ആരൻ്റെ അടിച്ച് കയറിയിട്ടുണ്ട്. ഇനി അവർക്ക് വേറെ ഒന്ന് കൊടുത്താലും മുതലാകത്തില്ല. ഇതാണ് ബഹളക്കാരെന്ന് പറയുന്നത്. ഓരോ തലയിലൊരു സാധനം അടിച്ച് കയറ്റിയിരിക്കുകയാണ്. ഇനി രസമുള്ളതെന്ന് പറഞ്ഞാൽ ഈ അടിച്ച് കയറ്റിയ ആൾക്കാർ ഇപ്പോൾ ഒരുത്തൻ ഇംഗ്ലണ്ടിൽ പോയ ചരിത്രം പറഞ്ഞു തരാം. നമ്മുടെ കൗൺസിലിംഗ് വന്ന കേസാണ്. പേര് പറയാതിരുന്നാൽ പോരെ, നാടും പറയാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവനോട് ചിന്തിക്കണം എന്താ വെച്ചാൽ അവൻ അവിടെ ചെന്ന് അവൻ്റെ IELTS വേണ്ടി അവൻ പ്രാർത്ഥിച്ച അമ്മയ്ക്ക് ഉറക്കമില്ല, അപ്പനും ഉറക്കമില്ല. എന്തിനാണ്? IELTS എല്ലാ മൊഡ്യൂൾസിനും 8 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിച്ച്
അവൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, അവൻ്റെ ഫ്ലൈറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച്, അവിടെ ചെന്നപ്പോൾ വേറെ മെഡിക്കൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, ആ മെഡിക്കൽ കഴിഞ്ഞപ്പോൾ അടുത്തന്നെ അപ്പോയിൻമെൻറ്റ് അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, വർക്ക് ഓർഡർ അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, അവസാനം ഒരു വാടക വീട് വേണവനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, അമ്മയുടെ പരിപാടിയാണ് അതിനുവേണ്ടി പ്രാർത്ഥിച്ച്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവൻ വാടകയ്ക്ക് വീടെടുത്ത് 8,000 ഏതാണ്ട് പവന് ഏതാണ്ട് അത്ര വരും, അതായത് 95,000 രൂപയുടെ വാടക വീടാണ് അവിടുത്തെ കണക്കനുസരിച്ചാണ്. അപ്പം നമുക്ക് വല്ല 9,000 രൂപയിലൊക്കെ ആകുമായിരിക്കും. പക്ഷെ അവന് കിട്ടുന്ന കാശുമായിട്ട് വീട്ടിലോട്ടൊന്നും അയക്കാൻ പറ്റണില്ല. അപ്പോൾ അമ്മ പറയും, എൻ്റെ മകനെ നീ അവിടെ സമാധാനം ജീവിച്ചാൽ മതി. എന്താണ് പൈസ അയച്ച് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ആദ്യം അമ്മമാർ പറയണ നീ ഇവിടെ സമാധാനം ജീവിച്ചാൽ മതി. അപ്പോൾ അപ്പം കട്ടയിടുന്നത്, ഇടി നീ എന്ത് കടമാൻ പോത്ത്, ഇടി നമ്മുടെ കടക്കാരൊക്കെ എങ്ങനെ എന്ന് വെച്ചാൽ അവന് സമാധാനം ഉണ്ടാകണ്ടേ അവനെ. അപ്പം ഇവരത്തേക്ക് നമ്മൾ ഇടിയൊക്കെയാണ്. അവസാനം അവൻ പറഞ്ഞ്, അമ്മ ഇത് ഭയങ്കര പ്രശ്നമാണ് കേട്ടാ. എന്താണ് ഈ 95,000 രൂപ വെച്ച് ഇങ്ങനെ വാടക കൊടുത്ത് മുടിഞ്ഞ്, അതാണ് അങ്ങോട്ടൊന്നും അയച്ചു തരാൻ പറ്റാത്തത്. അപ്പം അവർ എന്ത് ചെയ്യൂടാ മോനെ? അതെ, നമ്മുടെ വീട് വിറ്റിട്ട് കാശും കണ്ടു തരാൻ. അല്ല, നടന്ന കാര്യമാണത്. എന്താ കാര്യം എന്നറിയാം? അവന് അവിടെ വീടെടുക്കാൻ പോവുകയാണ്. അവൻ വാടക അവസാനിപ്പിക്കാൻ വേണ്ടി വീടെടുക്കാൻ പോവുകയാണ്. വീടെടുക്കാൻ വേണ്ടി ഇപ്പം എന്താ ചെയ്തിരിക്കണത്? കുടുംബം വിറ്റിട്ട് അവന് കൊടുക്കാൻ, അവിടെ വീടെടുക്കാൻ. അപ്പോഴെന്താ അതിനെന്താ അപ്പനമ്മയും കടക്കാരപ്പോരി? അവൻ സിമ്പിളാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവം അറിയാമല്ല, സിമ്പിളാണ്. അപ്പനമ്മ കയറി ചെല്ലണം. കയറി ചെല്ലുമ്പോൾ ചിലയിടത്തൊക്കെ ചിലരുടെ സമയത്ത് പറയും, മെസ്സേജ് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, മകളെ ഇത് നിൻ്റെ ആൻറ്റിക്ക് കുഴപ്പമില്ല, പക്ഷെ നിൻ്റെ അമ്മക്ക് കുഴപ്പമാണെന്ന് പറയും. കാനഡയിൽ നിൻ്റെ ആൻറ്റി പോകുമ്പോൾ ഞാൻ അമ്മ കെട്ടിയെടുത്ത് പോണതേ, ആൻറ്റിക്ക് പോകാം, പക്ഷെ നിൻ്റെ അമ്മക്ക് പോകാൻ പറ്റത്തില്ല. എന്താ കാര്യം? അമ്മക്ക് വലിവുണ്ട്, അമ്മക്കെതിരെ വലിവാസമയക്കമുള്ള ആളാണ്. അതാണ് ബൈബിൾ പറയണത്, എല്ലാവർക്കും നല്ലതല്ലെന്ന്. ബൈബിൾ പറയണത് ഏറ്റവും എല്ലാവർക്കും നല്ലതല്ല. ആൻറ്റിക്ക് വലിവില്ല, അമ്മക്ക് വലിവുണ്ട്. അത് കാരണം ഈ ഡിസംബർ മാസം ആകുമ്പോൾ ആൻറ്റി ഡെഡ് ബോഡിയായിട്ട് ഇങ്ങോട്ട്, അമ്മ ഡെഡ് ബോഡിയായിട്ട് തിരിച്ചു വരും. കൊണ്ടുവരത്തൊന്നുമില്ല, അവിടെ തന്നെ അടക്കുകയുള്ളൂ. എന്ത് നേടി മനുഷ്യൻ? വ്യഗ്രത, ബഹളക്കാരെ കണ്ടില്ലേ? അപ്പം ദൈവം ഒരു കാര്യം തന്നില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങൾ വിശ്വാസം എടുക്കണം. എൻ്റെ ദൈവം എനിക്ക് നന്മ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ചോദിച്ചതെല്ലാം ദൈവത്തിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത പോലെ കയ്യാമം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇതെല്ലാം കിട്ടി. ഇപ്പം എന്ത് പറ്റി? കുടുംബം വരെ വിറ്റ് അങ്ങോട്ട് കൊടുക്കേണ്ട കണ്ടീഷൻസ് വരും. കുടുംബം വെച്ചാൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? പോയി മക്കളുടെ കൂടെ നിൽക്കും. എത്ര കാലം നിൽക്കാൻ പറ്റും? നല്ല മരുമകളെ കിട്ടുമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അപ്പം തീരുമാനമാകും. അതേ പ്രശ്നം വന്നത്. അവൾക്ക് അവിടെ PR ഒക്കെ കിട്ടി ഓക്കെ ആക്കി കഴിയുമ്പോൾ അവളുടെ വീട്ടുകാർ പറയും ആ കളിടി. അപ്പോൾ ചിലരിപ്പോൾ ഇവൻ്റെ വരുമാനവും അവളുടെ വരുമാനം കൂടി വരുമാനം അവക്കാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാരെ പറയും നിൻ്റെ ചിലവിലല്ലേ അപ്പനും അമ്മയും എല്ലാം കെട്ടിയെടുത്തോളം വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. വല്ല കഥയുണ്ട്. വെറുതെ ഇരുന്ന മനുഷ്യനാണ്. വല്ല PSC എഴുതി മര്യാദയോടെ ജീവിക്കാറ് നാട്ടിൻപുറത്ത്. നമ്മുടെ അമ്മ ഇതിനൊക്കെ കഴിച്ച് നാട്ടിലേക്ക് ഇറങ്ങി നടന്ന് ഉള്ള പള്ളിയിലും പോയി. ഇപ്പം പള്ളിയുമില്ല, ഫ്ലാറ്റിൽ കയറി നിൽക്കണേ. കിഴിപ്പടമില്ല, മേനാട്ടുമില്ല, ലിഫ്റ്റിൽ കയറിയ പോലെ ഇപ്പോൾ വല്യമ്മ. ചില ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ കറണ്ട് പോകത്തില്ല, ലിഫ്റ്റ് താഴേക്കുമില്ല മുകളിലോട്ടുമില്ല. എന്തൊരു ജീവിതം! അതാണ് ബഹളക്കാരെന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ദൈവം തന്നില്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയണം. കർത്താവ് നിനക്കെന്തെങ്കിലും പദ്ധതി ഉണ്ടാകുമെന്ന്, അല്ലാതെ വെറുതെ നിരാശപ്പെടരുത്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. അപ്പോൾ ഈ ബഹളക്കാരെയും നിരാശ ഉണ്ടാക്കുന്ന ആൾക്കാരെയും ഒഴിവാക്കണമേ. ശ്രദ്ധിക്കണം, ചിരിക്കാനല്ല, ഇനി സീരിയസ് ആയിട്ട് അച്ഛൻ പറയണത്. പ്രയാസ നിമിഷങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലും ബഹളക്കാരെ ഒഴിവാക്കണം, ഇതുവരെ ഊത്തുകാരെ
വിലാപ വ്യാപാരികളെയൊക്കെ വാടകയ്ക്കെടുത്ത കണ്ണാക്കുകാരെയൊക്കെ ഒഴിവാക്കണം. നമ്മുടെ മനസ്സിടിച്ച് കളയണതെല്ലാം മാറ്റണം. അതുകൊണ്ടാണ് കർത്താവ് പുറത്താക്കിയെന്നാണ് പറയണത്. വിലാപക്കാരെ പുറത്താക്കി. കാര്യം എന്താ? ജായറൂസിൻ്റെ ഡെഡ് ബോഡി, മകളുടെ ഡെഡ് ബോഡി ഉയർപ്പിക്കാൻ പോവുകയാണ്. ഡെഡ് ബോഡിയെ ഉയർപ്പിക്കാൻ പോകുമ്പോഴേ നിൻ്റെ വീട് ആകാം, നിൻ്റെ സ്ഥലമാകാം, നിൻ്റെ PR ആകാം, മക്കളില്ലാത്ത അവസ്ഥയാകാം, ജോലിയില്ലാത്ത, നീ ഡെഡ് ബോഡിയാണ്. നിൻ്റെ ജീവിതം മരവിച്ചിരിക്കുകയാണ്. നിൻ്റെ മരവിച്ച ജീവിതത്തെ നീ ഉയർപ്പിക്കാൻ പോകുമ്പോൾ ബഹളക്കാരെ ഒഴിവാക്കാൻ കർത്താവ് പറയുന്നു. നിൻ്റെ മരവിച്ച ജീവിതത്തെ കർത്താവ് ഉയർപ്പിക്കാൻ പോകുമ്പോൾ ഇതുപോലെ നിരാശ പിടിക്കുന്ന ജനങ്ങളെ ഒഴിവാക്കി കളയണം. അത് നാത്തൂനായാലും അളിയനായാലും ആങ്ങളെയായാലും ആരായാലും. പിന്നെ ആരെ കൂട്ടണം? കർത്താവ് ആരെ കൂട്ടിക്കൊണ്ടുപോയി? പത്രോസിനെ കൂട്ടി. പിന്നെ ആരെ കൂട്ടി? യോഹന്നാനെ കൂട്ടി. പിന്നെ ആരെ കൂട്ടി? യാക്കോബിനെ കൂട്ടി. ഫസ്റ്റ് പാർട്ടിയാ ഈ 3 പേരെ കൂട്ടിയിരിക്കണേ. ആ കർത്താവ് അത് നമ്മൾ ശ്രദ്ധിക്കണം. വിഷയം പ്രയാസ നിമിഷം വിശ്വാസം പ്രതിസന്ധിയാവുകയും ജീവിതം മരവിക്കുകയും ചെയ്യുമ്പോൾ ബഹളക്കാരെ ഒഴിവാക്കണം, നിരാശ പിടിപ്പിക്കുന്നവരെ ഒഴിവാക്കണം, വിശ്വാസമുള്ളവരെ കൂടാൻ. അതിനാണ് അച്ഛൻ പറയണത്, നിങ്ങൾ ഉടമ്പടി തന്നെ നിൽക്കണം, വിശ്വാസത്തോടെ നിൽക്കണം. ഉടമ്പടി ചെയ്ത് ജയിച്ച ആൾക്കാരുകൊണ്ട് നിങ്ങൾ സംസർഗം ഉണ്ടാകണം. ഉടമ്പടി ചെയ്ത് സാക്ഷ്യം പറഞ്ഞ ആൾക്കാരില്ലേ, അവരൊക്കെ അത് കേൾക്കണം. നിങ്ങൾ എന്താ കേൾക്കണത്? നമ്മളും അവരെപ്പോലെ നമ്മളെപ്പോലെ അവരും ഉടമ്പടിയിൽ കടന്നുപോയ ആൾക്കാരാണ്. ഉടമ്പടി അമ്മ ചില സമയത്ത് ബൈപ്പേഴ്സം വന്നെന്ന് പറയും. നിൻ്റെ വിശ്വാസം ഷാർപ്പാകുന്നതനുസരിച്ച് കൊണ്ട് അമ്മ നേരിട്ട് വന്നെന്ന് പറയും. ഇപ്പോൾ ഒരു ചേട്ടത്തി പറഞ്ഞില്ലേ, അത് ഇതുപോലെ ഓരോ കാര്യം പ്രത്യേകിച്ച് സങ്കട സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം ബൈപ്പേഴ്സം വരും. ഞാനൊരു മകളോട് പറഞ്ഞു, എനിക്ക് ഓപ്പറേഷൻ പേടിയാണ് അച്ഛാ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാകുമോ അച്ഛാ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഓപ്പറേഷൻ കഴിഞ്ഞ് ഉണ്ടാകും, നീ കാശിലും കൊണ്ടുപോകണം. പക്ഷേ ഡോക്ടറോട് പറയണം, നേഴ്സ് പറയണം, ഓപ്പറേഷൻ സമയത്ത് ഈ കാശിലും കെട്ടിയിരിക്കണം എന്ന് പറയണം. എന്താ കാര്യം? നമ്മളത് കർത്താവിൻ്റെ നാമത്തെ വെഞ്ചരിക്കണതാണ്. അപ്പം പത്രത്തിൻ്റെ സാക്ഷ്യങ്ങൾ, പത്രം തിന്ന കാര്യങ്ങളൊന്നും പത്രത്തിലൊന്ന് എഴുതരുതെന്ന് ബിഷപ്പ് നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർ ബിഷപ്പിന് കംപ്ലയിൻറ്റ് ചെയ്ത് പത്രത്തെക്കുറിച്ച് പറഞ്ഞ് പത്രത്തിൻ്റെ സാക്ഷ്യങ്ങളൊന്നും ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പത്രത്തിൻ്റെ സാക്ഷ്യങ്ങളൊന്നും ഇടുന്നില്ല. ശരിക്കും കുറേ സാക്ഷ്യങ്ങളുണ്ട്, ഒരു 100 കണക്കിന് സാക്ഷ്യങ്ങൾ അവിടെ വെച്ചിരിക്കുക, ഒന്നും പറയിപ്പിച്ചിട്ട് പോലും ഇല്ല. പണ്ടൊക്കെ എല്ലാം പറയിപ്പിക്കുമായിരുന്നു, ഒന്നും പറയിപ്പിക്കില്ല. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ സാക്ഷ്യം നേരത്തെ തീരണത്. അതേ പത്രത്തിൻ്റെ തന്നെ ഒരു 10-15 സാക്ഷ്യമുണ്ട്, വെടിക്കെട്ട് സാക്ഷ്യങ്ങൾ. ഒന്നും നമുക്ക് നമ്മൾ സഭയെ അതുപോലെ തന്നെ അനുസരിക്കണം നമ്മൾ. പക്ഷേ എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ അമ്മയുടെ പേരിൽ മധ്യസ്ഥതയിലാണ് ഇതെല്ലാം വെഞ്ചരിപ്പ് നടക്കുന്നത്. അതുകൊണ്ടല്ല കാശുരൂപം തൊട്ടപ്പോൾ അമ്മ ഒരു അനുഭവം തന്നു, എൻ്റെ കടുത്ത കിടന്ന് കാശുരൂപത്തിന് ചെറിയ മണം വരാൻ തുടങ്ങിയെന്ന് ഇല്ലേ. 3 മിനിറ്റോളം അത് എൻ്റെ വീടിന് ചുറ്റും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയല്ലേ. അമ്മ സുഗന്ധങ്ങളാണ്. എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാകത്തില്ല. അമ്മ സുഗന്ധം ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സുഗന്ധം വരും, മൈപ്പേഴ്സം വരുമ്പോൾ. എപ്പോഴും വരണം നിർബന്ധമില്ല, ചില സമയത്ത് അമ്മ അത് വ്യക്തമാക്കും. അതുകൊണ്ടാണ് അമ്മയുടെ നാമത്തിൽ വെഞ്ചരിക്കുമ്പോൾ എന്തിനും ആ സുഗന്ധം വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ വെഞ്ചരിച്ച് കിട്ടുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, മകളെ ഇത് കെട്ടണം, പക്ഷേ അവൾക്കതറിയത്തില്ല. ഞാൻ പറഞ്ഞു, അവൾ വിശ്വസിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോൾ പ്രശ്നമായി. ഇൻഡോ അമേരിക്ക ചെന്നപ്പോൾ പ്രശ്നമായി. ഇൻഡോ അമേരിക്ക ഡോക്ടർ പറഞ്ഞു, നഴ്സ് പറഞ്ഞു, നോ ഒരു സാധനം കഴുത്തിടാൻ വേണ്ട പറ്റില്ല. അപ്പോൾ അവൾ വിട്ടില്ല. അവൾ പറഞ്ഞു, ഇല്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത് കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കെട്ടില്ലെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണ്ട, ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അത് ചെന്ന് തോമസ് ഡോക്ടറിൻ്റെ ചെന്ന് പറഞ്ഞു, നേഴ്സ് പറഞ്ഞു, ഡോക്ടറെ ആ പേഷ്യൻ്റ് പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് അവളുടെ വലത് കൈയെ കെട്ടി കൊടുത്തോളാൻ പറഞ്ഞു. വലത് കൈയെ കെട്ടി അവൾക്ക് ഉടനെ മയക്ക് കൊടുത്ത് അവൾ മയങ്ങി. ഓപ്പറേഷൻ കഴിഞ്ഞ് വെളുപ്പിനായപ്പോൾ ഓപ്പറേഷൻ എല്ലാം അങ്ങനെ തുന്നിക്കെട്ടി ആൾ ബോധം കെട്ടി കിടക്കുകയാണ്. ബോധം വന്നപ്പോൾ ഒരു ചേടത്തി വന്ന് നിൽക്കണം. ബോധത്തിലാണേ, അത് അമ്മയാണെന്ന് ഉടനെ മനസ്സിലായി. ഉടനെ അവൾ പറയണ അച്ഛനും അവിടെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അതാണ് സാക്ഷ്യം. അപ്പോൾ നമ്മൾ അമ്മയുടെ പേരിലാണ് ചെയ്യണത്. നമ്മളെന്താണ് ഈ കാശിനും കൊടുത്തു വിടുന്നത്? കാശിനുമല്ല കൊടുത്തു വിടുന്നത്, അമ്മയുടെ സാന്നിധ്യം കൊടുത്തു വിടുകയാണ്. അതുകൊണ്ടാണ് അച്ഛൻ പറയണത്, ഉടമ്പടിയിലുള്ള സാധനങ്ങൾ കൃപാസനത്തിൻ്റെ അകത്തുനിന്നേ മേടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം പുറത്ത് കൃപാസനം ഗേറ്റിൻ്റെ പുറത്ത് ഉടമ്പടി ഒന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ വല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കെട്ടിയിട്ട് ഉടമ്പടിയാണെന്ന് വെച്ച് കെട്ടിയാൽ ഫലം ഉണ്ടായില്ലെങ്കിൽ അമ്മയുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ തുരങ്കം വെക്കണത്. എന്താ കാര്യം? ഉടമ്പടിയുടെ കാര്യങ്ങൾ അമ്മ നിന്ന സ്ഥലത്ത് ആ നേർച്ച വസ്തുക്കൾ, ഉപ്പ്, കാശുരൂപം, ഒരുവെണ്ണ, എല്ലാം നേർച്ച വസ്തു, മഞ്ഞ, പച്ചത്തിരി, നീലത്തിരി എല്ലാം എടുത്തു വെച്ച് കുർബാന ഇവിടെ ചെല്ലിട്ട് കുർബാന ഉടുപ്പോട് കൂടിയാണ് ഇത് ആശീർവദിക്കണത്.
അതെങ്ങനെ പുറത്ത് കിട്ടും? ഈ ഗേറ്റിൻ്റെ പുറത്ത് കിട്ടത്തില്ലത്. ഗേറ്റിന് ഉള്ളിൽ മാത്രമേ ഉടമ്പടി കിട്ടത്തുള്ളൂ. തന്നെയല്ല, അത് ഇത്തിരിയേ തരത്തുള്ളൂ, അല്ലാതെ കേലം കണക്കിന് കൊടുക്കത്തില്ല. ഒരു ചെറിയ ഒരു കുപ്പി, ഒരു തുള്ളി മതി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, ഒരു തുള്ളി. അപ്പം അത് പ്രാർത്ഥിച്ച് വിശ്വാസം പ്രമാണം കൃത്യമായിട്ട് ചെല്ലിയാണ് അത് ചെയ്യേണ്ടത് നമ്മൾ. അപ്പം അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഉടമ്പടിയോട് ബന്ധപ്പെട്ട ഒരു സാധനവും പുറത്ത് മേടിക്കരുത്. മേടിച്ചാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യത്തുള്ളൂ. അമ്മയോട് നിങ്ങൾ നേരിട്ട് ചെയ്യണ ഒരു അപരാധമാണത്. എന്താ കാര്യം? അമ്മയോട് ബന്ധമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അമ്മയുടെ പേര് ഉപയോഗിക്കുമ്പോൾ അടയാളമില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം ആർക്കാണ്? അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുന്നിലെ ഇരുട്ട് പരക്കുമ്പോൾ വിശ്വസിക്കുക മാത്രം ചെയ്തുകൊണ്ട് ദൈവം തന്നെ തരുമെന്ന വചനത്തിലെ വിശ്വസിച്ച് ഹെബ്രായ ലേഖനത്തില് എഴുതിയിരിക്കുന്ന പോലെ 4:2 എഴുതിയിരിക്കുന്ന പോലെ അത് പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിൽ വിശ്വസിച്ച് വചനത്തിലുള്ള വാഗ്ദാനം പ്രയോജനപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. നേർച്ച വസ്തുവൊന്നും എടുക്കരുത്. 15 മിനിറ്റോളം നമ്മൾ വ്യത്യസ്ത ഉടമ്പടി വെച്ച കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണിത്, ഓർത്തേക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ ഉദര രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അൾസർ രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുടൽ രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിസ്തുല രോഗങ്ങളെ, പിസിഒഡികളെ യേശുവിന്റെ നാമത്തില് അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെരുമഴ പോ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ആമേൻ. പെരുമഴ പോ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നത്തില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ ചോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ഇപ്പോഴ് തള്ളവിരലിലെ ഒരു മഞ്ഞ നിറവാ. എപ്പോഴും എന്തോ ഒരു കുഴമ്പ് പോലെ സാധനം പെരിട്ടനുണ്ട്. മഞ്ഞ തള്ളവിരല്, ഇടത് തള്ളവിരലിലാണ് പെരിട്ടണത്. കാര്യം ഇടത് തള്ളവിരൽ അനക്കമില്ല, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. ചില സമയത്ത് ഭയങ്കര കഴപ്പാണ്, വിട്ടുപോകും, തോന്നിപ്പോകും. ആ തള്ളവിരലിനെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സുധി ഹല്ലേലൂയ. ശ്വാസകോശങ്ങൾ അകവും പുറവും കാണിക്കുന്നുണ്ട്. മുതുകിന് ഇരുന്ന് വിലങ്ങണതും അവിടെ രക്തം കട്ട പിടിച്ച് കിടക്കണത്, നീര് കെട്ടിക്കിടക്കണത്, മുതുകിന് പ്രത്യേകിച്ച് വലത് മുതുക് ഭാഗത്ത് മുകളിൽ ചുമലിന് താഴെയായിട്ട് നീര് കെട്ടിക്കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ശ്വാസം വലിക്കാൻ വേദനയും അവിടെ മരവിപ്പ് അനുഭവിക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തി കൊടുക്കുന്ന. ഹല്ലേലൂയ.
ഏറ്റു പ്രാർത്ഥികർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ത്വക്ക് രോഗങ്ങള്, ത്വക്ക് രോഗങ്ങളെ, വിസർപ്പ രോഗങ്ങള്, സർപ്പരോഗങ്ങളെ, ശിരങ്ങുകള്, ചിരങ്ങുകളെ, പുഴുക്കടികള്, പുഴുക്കടികളെ, തൊലിയുടെ അലർജി രോഗങ്ങള്, അലർജി രോഗങ്ങളെ, വിശുദ്ധ രക്തത്താൽ രക്തത്താൽ, ചൊറിച്ചു രോഗങ്ങള്, ചൊറിച്ചു രോഗങ്ങള്, വിശുദ്ധ രക്തത്താൽ വിശുദ്ധ രക്തത്താൽ ഇപ്പോൾ കഴുകട്ടെ. ഇപ്പോൾ കഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. സൗഖ്യം നൽകുന്ന ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. കഴുകണമേ, ആമേൻ. തിരുക്കരത്താൽ താങ്ങിയെന്നേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. മുടി കൊഴിച്ച് രോഗികളെ കറുത കാണിക്കുന്നുണ്ട്. മുടി പിന്നീട് ചെമ്പ് നിറമായി, പിന്നീട് മുടിയുടെ ഇങ്ങനെ ഈ രോമങ്ങൾ പോലെ ബലം പോയി, പിന്നെ അത് പഞ്ഞിപ്പരുവത്തിലായി, പിന്നെ അത് വടിച്ചു കളയുന്ന പോലെ അടഞ്ഞു പോയി, തലക്ക് അങ്ങനെ മുടി കൊഴിച്ചില്ല രോഗങ്ങൾ. അത് കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്ന സമയമാണ്. അതാണ് മെസ്സേജ് വരണം. ശ്രുതി ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. അസ്ഥിസന്ധി, അതായത് അസ്ഥിസന്ധികൾ, പ്രത്യേകിച്ച് ഇടത് തോളിൻ്റെ കഴുത്തിൻ്റെ പിൻവശത്ത് അസ്ഥിസന്ധികൾക്ക് ഒരു അകത്തൊരു മുഴയുണ്ട്. അത് കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. വൈരാഗ്യങ്ങൾ ഉള്ളിൽ മനസ്സിൽ വാളുമായി കിടന്നവരുണ്ട്. അവരെ നശിച്ചു പോകുന്ന ഈശോ പറയുന്നു. വൈരാഗ്യ ബുദ്ധി, ഇന്ന ആളെ ഇന്ന രീതിയിൽ ഒതുക്കണം, ഇന്ന രീതിയിൽ നശിപ്പിക്കണം, ഇന്ന രീതിയിൽ ഗവൺമെൻറ് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് ദുഷ്ടബുദ്ധിയോടെ ഇപ്പോൾ ഓർക്കൊണ്ടിരിക്കുന്ന ആളിനെ സമയം ഇനി അത് ആ ചിന്തയിൽ നിന്ന് മാറിയില്ലെങ്കിൽ അയാളുടെ സമയം അടുത്തിരിക്കുന്ന സൂചന. വളരെ മോശമായ കാര്യമാണ്. അതുകൊണ്ട് അനുതാപപ്പെടാൻ ഈശോ ആവശ്യപ്പെടുന്നു. സുഖ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇപ്പോഴേ കുരവള്ളി കാണിക്കുന്നുണ്ട്. കുരവള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് ശോഷിക്കുകയോ അകത്ത് അതിൻ്റെ കുരവള്ളിയിൽ പൊതിഞ്ഞിരിക്കുന്ന മാംസങ്ങൾ ദ്രവിച്ചു തീരുകയോ ചെയ്യുന്ന രോഗമാണ്. കർത്താവ് തൊണ്ടയെ സ്പർശിച്ച് സുഖപ്പെടുത്തി കൊടുക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാമ്പത്തിക ബാധ്യതകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, സാമ്പത്തിക ബാധ്യതകള്, സാമ്പത്തിക ബാധ്യതകള്, കൊടിയ കടഭാരങ്ങള്, കൊടിയ കടഭാരങ്ങള്, വരുമാനമില്ലാത്ത അവസ്ഥകള്, വരുമാനമില്ലാത്ത അവസ്ഥകള്, ജീവിക്കാൻ മാർഗമില്ലാത്തവര് യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങള്, ദോഷങ്ങള്, ദുരിതങ്ങള് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. 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 Praise you, Jesus. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, വാദരോഗികള്, കരള് രോഗികള്, കിഡ്നി രോഗികള്, കിഡ്നി കല്ലുള്ളവര്, കിഡ്നി ചുരുങ്ങുന്നവര്, ഹൃദയത്തിന്റെ വാൽവുകള് ചുരുങ്ങുന്നവര്, ബ്ലോക്കുള്ളവര്, പതിരക്ക് ഹോളുള്ളവര് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവാണെന്ന് നീ അറിയുക, നീ അറിയുക, നീ അറിയുക മകനേ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവാണെന്ന് നീ അറിയുക, നീ അറിയുക, നീ അറിയുക മകനേ. വൈവാഹികമായ തടസ്സങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ മക്കളെ? ഓരോ വിഷയം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ നൽകുന്ന നോട്ടുകളുണ്ട്. അതനുസരിച്ച് വൈവാഹികമായ തടസ്സങ്ങൾ മാറുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അത് ഓർപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാതെ പട്ടികപ്പടി പ്രാർത്ഥിക്കണമല്ല ഇത്. അതുകൊണ്ട് വൈവാഹിക തടസ്സങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, കുടുംബത്തെ വരുമാനം, എല്ലാ വിഷയവും നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് ഈശോയെ
വൈവാഹിക തടസ്സങ്ങള് വിവാഹം കഴിക്കാൻ കഴിപ്പിക്കാൻ അത് സഹകരിക്കാൻ ആളില്ലാത്തവരെ അർത്ഥമില്ലാത്തവരെ അതിനുവേണ്ടി പരിശ്രമിക്കാൻ ഉത്തരവാദിത്തമുള്ളവരെ കൈ ഒഴിയുന്നവരെ പലതരത്തിലുള്ള മാനസിക പീഡനം അനുഭവിക്കുന്ന എല്ലാ വിവാഹങ്ങളും നടത്തി കൊടുക്കാൻ പരിശുദ്ധ അമ്മ വഴി ഈശോനെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളില്ലാത്തവരെ പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവമേ, അനേകം മക്കളെ വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷം വരെ മക്കളില്ലാതിരുന്നിട്ട് 46-ാമത്തെ വയസ്സ് വരെ മക്കളില്ലാതിരുന്നിട്ട് 50-ാമത്തെ വയസ്സ് വരെ മക്കളില്ലാതിരുന്നിട്ട് മക്കളെ കൊടുത്ത നല്ല ദൈവമേ, ഇപ്പോഴ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അത്ഭുതം പ്രവർത്തിക്കട്ടെ. ദൈവനാമത്തെ മക്കളെ ലഭിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവ് ദൈവമേ, ജോലിയില്ലാത്തവര് ജോലി ലഭിക്കുന്നതിന് ആവശ്യമായ ബിരുദങ്ങള്, പഠനങ്ങള്, ഇന്റർവ്യൂകള്, ടെസ്റ്റുകള്, നൈപുണ്യ പരീക്ഷകള്, യോഗ്യത പരീക്ഷകള് ചെയ്യുന്നവരുടെ മേൽ കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. മക്കളെ, ഭവനരഹിതര്, വീടില്ലാത്തവര്, വാടക കഴിയുന്നവർ, ഒറ്റയ്ക്ക് പാട്ടത്തിനൊക്കെ കഴിയുന്നവര്, പാട്ടം കൊടുക്കാൻ പോലും ഒറ്റ കൊടുക്കാൻ പോലും വാടക കൊടുക്കാൻ പോലും നിർവാഹമില്ലാത്തവര്, അവന് ജോലിക്ക് വേണ്ടി പലയിടത്തും പണം കൊടുത്തിട്ട് വീണ് പോയവര്, ഏജൻസി പറ്റിച്ചു പോയവര്, സാമ്പത്തിക ബാധ്യത വന്നവര്, നാട്ടുകാരുടെ മുമ്പിൽ കള്ളപ്പേര് ഏറ്റുകൊണ്ട് വേദനിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. പാകവുടമ്പടി നടക്കാത്തവര്, പലതരത്തിലുള്ള വഴക്കുകളും ഭിന്നതകളും കഴിയുന്നവര്, അങ്ങനെയുള്ള പല വിഷയങ്ങളിലും റവന്യൂ വിഷയമുള്ളവർ, വഴിയില്ലാത്തവർ, വഴിക്ക് പോകാനുള്ള സംവിധാനങ്ങളില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, ഇതെല്ലാം വേണ്ടി പരിശ്രമിക്കുന്നവരെ കർത്താവിൻ്റെ വലിയ ശക്തി അവരെ കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കുഞ്ഞുങ്ങൾക്ക്, വിദ്യാർത്ഥികളുടെ പഠനങ്ങൾക്ക് അഡ്മിഷൻ ഇതുവരെ വെക്കാത്തവർ, അതിനുവേണ്ടി വേദനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ആ മക്കളുടെ മേൽ കർത്താവിന് വലിയ ശക്തി കർത്താവ്, അവരുടെ പഠനം നിന്ന് പോകാതിരിക്കാൻ മാതാവിൻ്റെ മധ്യ ഈശോയുടെ നാമത്തിൽ പഠന സംബന്ധമായ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിക്കൊണ്ട്. ഹല്ലേലൂയ, കർത്താവ് ദൈവമേ, വിദേശ ജോലികള്, വിദേശ യാത്രകള്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങള്, സാങ്കേതിക കാരണങ്ങള്, നിയമ കടലാസുകള് എല്ലാം കൃത്യസമയത്ത് കിട്ടാൻ പതാന മധ്യസ്ഥര് ഈശോയുടെ നാമത്തിൽ സമർപ്പിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. മദ്യപാനികള്, മനോരോഗികള് കർത്താവിന്റെ നാമം സൗഖ്യപ്പെടാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. നേർച്ച വസ്തു എടുക്കുക. കൃപാസനത്തിൽ നേർച്ച വസ്തു നിങ്ങൾക്കറിയാം, പത്രമാണ്, ഉടമ്പടി പത്രമാണ് കൃപാസന നേർച്ച വസ്തു.
പത്രം കൂടുതൽ തന്നെ വെക്കുക. കൂടെടുത്ത് പുറത്തെടുക്കണ്ട, കൂടി തന്നെ വെക്കുക. കൃപാസനം തങ്കി ആരാധനയാണ് മറ്റന്നാൾ വ്യാഴാഴ്ച. പത്രം വാങ്ങിക്കാത്ത മക്കൾ ഇപ്പോൾ പത്രം വാങ്ങിക്കേണ്ടതാണ്. ബഹുമാന പ്രേക്ഷിതരെ പത്രം എത്തിച്ചു കൊടുക്കുക. ഇനിയും കിട്ടാത്തവർക്ക്, ലഭിക്കാത്തവർക്ക് പത്രം എത്തിച്ചു കൊടുക്കുക. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, പത്രം ഒരു മാസം നമുക്ക് 50 പത്രമാണ് ഉടമ്പടി പ്രകാരം നമ്മൾ വാങ്ങിക്കേണ്ടത്. അതിന് മഞ്ഞ ചീട്ട് അവിടുന്ന് ഡേറ്റ് അടിച്ച് തരും. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴാണ് അച്ഛൻ മെസ്സേജ് കൗൺസിലേക്ക് വരണത്. ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ. പക്ഷേ ഉടമ്പടി പുതുക്കണമെങ്കിൽ അതാത് മാസം പ്രാർത്ഥന കൂടിയതിൻ്റെ കാർഡ് കാണിക്കണം. അതാത് മാസം, അതായത് നിങ്ങൾ ചില ആൾക്കാർ ചില സൂത്രപ്പണി കാണിക്കുന്നുണ്ട്, അത് ഉടമ്പടി വിരുദ്ധമാണ്. ചില വിചാരിക്കും അയ്യോ അച്ഛനെ കാണുമ്പോൾ പത്രം മേടിച്ചാൽ മതിയല്ലോ എന്ന്. അല്ല, അങ്ങനെയല്ല. അച്ഛനെ കാണാൻ വേണ്ടിയല്ലല്ലോ ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യണത് നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം ചില ആൾക്കാർ അതാത് മാസം പത്രം മേടിക്കത്തില്ല, എന്നിട്ട് അച്ഛനെ കാണാൻ നേരത്ത് 200 രൂപയുടെ പത്രം മേടിക്കും. അപ്പം അത് ക്യാൻസലാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം അച്ഛനെ കാണാനും കൗൺസിലിങ്ങിന് വേണ്ടിയല്ല നമ്മൾ പത്രം മേടിക്കണത്. അതുമായിട്ടൊരു ബന്ധവുമില്ല. ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ 50 പത്രം വെച്ച് ഒരു മാസം മേടിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. അപ്പോൾ ജൂൺ മാസത്തെ പത്രം ജൂലൈയിൽ കിട്ടത്തില്ല. ജൂൺ മാസത്തെ പത്രം നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഉടമ്പടി പുതുക്കത്തില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. പുതുക്കാൻ വേണ്ടി നിങ്ങൾ വരരുത്. പുതുക്കി തരത്തില്ല. കാര്യം പ്രേക്ഷിത അവിടെ മുടക്കുണ്ട്. അതാണ് പ്രശ്നം. ജൂൺ മാസ പത്രവും മെയ് മാസ പത്രവും നിങ്ങൾക്ക് കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കാൻ വരരുത്. കാര്യം വന്നിട്ട് ചുമ്മാ വട്ടിക്കാശും മുടക്കി വന്നിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ എല്ലാ കൂട്ടായ്മയ്ക്കും പറയുന്നുണ്ട്. കാരണം ചില ആൾക്കാർ ഉടമ്പടി ഉഴപ്പണത് കാരണം അവർ അച്ഛനെ കാണുന്ന മാസം മാത്രം പത്രം മേടിച്ച് വെക്കും. അതങ്ങനെ ഉടമ്പടിയിലില്ല. ഉടമ്പടിയിലുള്ളത് എല്ലാ മാസവും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നാണ്. അല്ല അവസാനം 200 പത്രം മേടിക്കേണ്ടതിൻ്റെ കാര്യമില്ല. നിങ്ങളുടെ അങ്ങനെയുള്ള പൈസയും വേണ്ട. പ്രേക്ഷിത പ്രവർത്തനമാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജൂൺ മാസത്തെയോ മെയ് മാസത്തെ പത്രം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരരുത്. മറിച്ച് ആ പ്രാർത്ഥന കൃത്യമായിട്ട് കൂടിയതിന് ശേഷം ആ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇനി അടുത്ത മാസത്തെ പത്രം, ഈ മാസത്തെ പത്രവും അടുത്ത മാസം മെയ്യും ജൂണും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ജൂലൈയും ആഗസ്റ്റും പത്രം മേടിച്ചെങ്കിൽ മാത്രമേ ആ സമയത്ത് അത് മേടിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ പത്രം. കാര്യം നിങ്ങളുടെ പ്രാർത്ഥന കൂടിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണക്കാക്കണത് ആ മാസം പ്രാർത്ഥന കൂടിയില്ലെന്നാണ് മനസ്സിലാക്കണത്. വേറെ ഒന്നും മനസ്സിലാക്കത്തില്ല. പത്രത്തിൻ്റെ കാർഡില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ മാസം പ്രാർത്ഥന കൂടിയില്ലെന്നാണ്. അപ്പോൾ പ്രാർത്ഥന കൂടി കൂടിയിട്ട് പത്രം മേടിക്കാൻ പറയും. അപ്പം അതുകൊണ്ട് ഇനി പുതുക്കാൻ വരുന്ന ഒരിക്കലും നിങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ നോക്കണം. ഈ 3 മാസം ജൂലൈ, ജൂൺ, മെയ് മാസത്തെ കാർഡ് കയ്യിലുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ. എന്നിട്ട് വേണം പുതുക്കാൻ വേണ്ടി വരാൻ. പ്രൈസ് ദി ലോർഡ്. കാര്യം അത് ഉടമ്പടി വരുമ്പോൾ എപ്പോഴും വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. അതാത് മാസം ചെയ്യാനുള്ള ദൈവത്തോടുള്ള കടപ്പാട് അതാത് മാസം ചെയ്യണം. കാര്യം ഈ സാക്ഷ്യം പറഞ്ഞതിൽ ഒരു 60-70% പേരും അച്ഛനെ കാണാത്തവരാ. അത് അമ്മ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ഉടമ്പടി കൃത്യമാണെന്നുണ്ടെങ്കിൽ അമ്മ സഹായിച്ചോളൂ. നമുക്ക് ഏത് തലയിലും കെട്ടി ജീവിക്കാം. അത് 10 ദിവസം പത്രം കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ചില ആൾക്കാർ, അതായത് നാട്ടിൽ നിൽക്കാത്തവരും പ്രാർത്ഥന കൂടാൻ നിർവാഹമില്ലാത്തവർക്കുമാണ് ഇപ്പോൾ ഒരു പ്രാർത്ഥന കൂടാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഉടമ്പടിയുടെ മറ്റു 2 പ്രാർത്ഥനയും കൂടാൻ പറ്റത്തില്ല. അവർ രാജ്യം വിട്ടു പോവുകയാണ്. അങ്ങനെയുള്ളവർക്കാണ് 400 പത്രം വെച്ചിരിക്കുന്നത്. പ്രാർത്ഥന കുറഞ്ഞ പ്രേക്ഷിത കൂട്ടണം. 200 പത്രം വെച്ചിരിക്കുന്നത് 2 പ്രാർത്ഥന കൂടാനുള്ള സമയമുള്ളൂ. അവർ ചിലപ്പോൾ സ്റ്റേറ്റ് വിട്ടു പോകാൻ പോണവരാണ്, ജോലി സംബന്ധം. അടുത്ത കൊല്ലമേ അവർ വരത്തുള്ളൂ. അങ്ങനെയുള്ളവരാണ് 200-400 പത്രങ്ങൾ വാങ്ങിക്കേണ്ടത്. നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ പരമാവധി അവരുടെ ചിട്ട അനുസരിച്ച് പ്രാർത്ഥന കൂടുന്നു. ഈ പ്രാർത്ഥനയാണ് ഇതിൻ്റെ പ്രബോധനം എന്ന് പറയണത്. ഇത് മിസ്സാകാൻ പാടില്ല ശരിക്കും. പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു മാസം 6 പ്രാർത്ഥന കൂടാൻ പറയത്തില്ല. ഒരൊറ്റ പ്രാർത്ഥന. ഇനി നിങ്ങൾ അടുത്ത മാസം കാണാൻ പാടുള്ളൂ.
ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഇവിടെ 6 പ്രാർത്ഥനയുണ്ട്. ഇവിടെ 6 പ്രാർത്ഥന കൃപാസനത്തിലുണ്ട്. പക്ഷേ ഒരു പ്രാർത്ഥന കൂടിയാൽ മതി. നിങ്ങൾ 6 കൂടിയാലും അച്ഛൻ ഒന്നായിട്ട് കണക്കാക്കത്തുള്ളത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ചൊവ്വാഴ്ച, അടുത്ത ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം തന്നെയാണ്. അക്രൈസ്തവ കൂട്ടായ്മ ഇപ്പോൾ ഇല്ല. കാരണം എല്ലാ കൂട്ടായ്മയിലും അക്രൈസ്തവരുണ്ടല്ലോ. അവർക്ക് ആവശ്യമായ പ്രബോധനം അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടായ്മയും, ഇപ്പോൾ അടുത്ത കൂട്ടായ്മയും ഇതുപോലെ തന്നെ ഉടമ്പടി ധ്യാനമാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങാം. തപസ് ധ്യാനം 10, 11, 12 തീയതികളാണ് തപസ് ധ്യാനം. പത്രം വാങ്ങിക്കാത്തവർ പത്രം കൊടുത്തുകൊണ്ടിരിക്കുക. തപസ് ധ്യാനം 10, 11. നേരത്തെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാത്ത ആരും വരരുത്. ഇപ്പം തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഒരു അപ്പച്ചൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. പിന്നെ എവിടെയും കിടന്നോളാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വരും. കാര്യം അങ്ങനെ ശരിയല്ല. അതുകൊണ്ട് കുറേ ലേഡീസ് ഇത് ഇവിടെ കിടക്കിടുന്നു, സ്ഥലമില്ലാഞ്ഞ കാരണം ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു. അതൊക്കെ ഒരു സുരക്ഷിതമായിട്ടുള്ള രീതികളൊന്നുമല്ല. ധ്യാന കേന്ദ്രത്തിന് മാന്യതയ്ക്ക് നിരക്കാത്തതാണ്. എവിടെയെങ്കിലും കിടത്തുന്ന സ്ഥലം, ഇത് ബസ് സ്റ്റാൻഡൊന്നും അല്ലല്ലോ, കർത്താവിൻ്റെ ധ്യാന കേന്ദ്രമല്ലേ. അപ്പം നിങ്ങൾ വരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് സീറ്റ് കിട്ടണം, അവർക്ക് ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാകണം. അത് മാന്യത അനുസരിച്ച് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ അതാണ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത്. രജിസ്റ്റർ ചെയ്യാതെ വന്നിട്ടൊരു കഥയുമില്ല. നിങ്ങൾ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക, തപസ്സിന് വരാനുള്ളവർ. കുട്ടികളുടെ ധ്യാനം 14 തീയതിയാണ്. കുട്ടികളുടെ ധ്യാനം 14 തീയതി. 3-ാം ഞായറാഴ്ച ഉടമ്പടി ധ്യാനമാണ്. 11:30 തുടങ്ങും. രാവിലെ 11:30 തുടങ്ങും. ഇവിടെ കുർബാനയില്ല, അതുകൊണ്ട് കുർബാന കൂടിയിട്ട് വേണം വരാൻ. 3-ാം ഞായറാഴ്ച ഇപ്പോൾ ട്രിവാൻഡ്രത്തും കൊല്ലത്തൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അവർ ഇടവകപ്പള്ളി കുർബാന 7 മണിക്കുണ്ട്. ഇവിടെ നേരത്തെ വരികയാണെങ്കിൽ ഇടവകപ്പള്ളി പോയി കുർബാനയും കൂടി ഇവിടെ നിങ്ങൾക്ക് കാപ്പിയും കുടിച്ചിട്ട് നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വരാവുന്നതാണ്. 3-ാം ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം 17-ാം തീയതിയാണ്. 4-ാം ചൊവ്വാഴ്ച 24-ാം തീയതിയാണ്. അത് ഉടമ്പടി ധ്യാനമാണ്. പ്രേക്ഷിത പ്രവർത്തകരുടെ ധ്യാനം, പ്രേക്ഷിത കൂട്ടായ്മ 26-ാം തീയതി. ഈ ശുശ്രൂഷ നേർച്ചയായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നവർ 5000 രൂപ മുടക്കി ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്താം. ഒരു കൂട്ടായ്മയ്ക്ക് ഒരാളിൽ നിന്ന് മാത്രമേ പൈസ നേർച്ചയായിട്ട് വാങ്ങിക്കത്തുള്ളൂ. ഉടമ്പടി പ്രാർത്ഥന കൗൺസിലിങ് ഇപ്പോൾ 1, 2, 3, 4 ചൊവ്വാഴ്ചകളും 1, 3 ചൊവ്വാഴ്ചയാണ് ഉടമ്പടി ധ്യാനം. അതായത് ഇന്നത്തതുപോലെ 1, 3 ഞായറാഴ്ച, 1, 2, 3, 4 ചൊവ്വാഴ്ചകളിലാണ് ഉടമ്പടി ധ്യാനം. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും ഉടമ്പടി പ്രാർത്ഥനയാണ്. അത് രാവിലെ 9 മണിക്ക് തുടങ്ങും, വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. കൃപാസനത്തിലെ ഉടമ്പടി കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, ഉടമ്പടി കൗൺസിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, +2 വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഉടമ്പടി ഓഫീസ്, കൃപാസന ഓഫീസും ബന്ധപ്പെട്ടിട്ട് പേര് കൊടുക്കാവുന്നതാണ്. അവരിന്ന് തന്നെ ഉടമ്പടി പുസ്തകം വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ക്ലാസ് കഴിഞ്ഞിട്ട്, പരീക്ഷ കഴിഞ്ഞിട്ട്, തപസ് ധ്യാനം കഴിഞ്ഞിട്ട് അവരെ എടുക്കുന്നതായിരിക്കും കൗൺസിലിങ്ങിന്. ആരാധന കഴിയുമ്പോൾ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ക്യാൻസർ രോഗികൾ, ശ്രദ്ധിക്കുക, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, ഹാർട്ട് രോഗികൾ, കിഡ്നി രോഗികൾ, ഇത്രയും രോഗികൾക്ക് ഇപ്പോൾ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതായത് ക്യാൻസർ, കരൾ, ഹാർട്ട്, കിഡ്നി, ഇത്രയും രോഗികൾക്ക് അലോഷ്യസ് ചീട്ട് കൊടുക്കും. അവർ ഈ ആരാധന കഴിയുമ്പോൾ ഇവിടെ ലൈൻ നിൽക്കണം. പക്ഷേ അവിടെ ആ ചീട്ടിന് കൂടെ അവിടെ രോഗം എഴുതിയിട്ടുണ്ടാകണം. ഇത് മാത്രമേ ഉള്ളൂ. വേറെ ആരും പോയി ചീട്ട് മേടിക്കരുത്. ഇന്നലെ തലഞരമ്പ് മരവിച്ചെന്നൊക്കെ പറഞ്ഞ് അത് എടുക്കത്തില്ല. അതെല്ലാം അത്യാവശ്യക്കാരെല്ലാം ഈ ക്രാസിൽ നിൽക്കണം. ഇവിടെ പ്രാർത്ഥിക്കുന്നത് ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, ഹാർട്ട് രോഗികൾ, കിഡ്നി രോഗികൾ, അവർ മാത്രമേ ചീട്ട് പേരെഴുതിയിട്ടുണ്ടാവും. ഹാർട്ടെന്ന്, കിഡ്നി എന്ന് എഴുതിയിട്ടുണ്ടാവും. കഴിഞ്ഞ ദമ്പതി കൂട്ടായ്മക്ക് വാതരോഗികളും വന്ന് ചീട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് മോശം കൊണ്ടാണത്. ഇരിക്കുന്നവർക്ക് പറയണ കേൾക്കാത്തത് കൊണ്ടാണ് തോന്നിയ മാസം എഴുതിക്കരുത്താലും ഇവിടെ വരുമ്പോൾ ചീട്ട് കീറിക്കളയും. ഇവിടെ പറയാത്തല്ല, ചീട്ട് മേടിച്ചിട്ട് വന്നാൽ ചീട്ട് കീറിക്കളയും. കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗുരുതരമായ രോഗികൾക്കാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവരെല്ലാം ക്രാസി പ്രാർത്ഥിക്കും ആവശ്യമുണ്ടെങ്കിൽ. ഞാനെഴുതിയ ധ്യാന പുസ്തകങ്ങൾ ഓഫീസ് കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഉടമ്പടി ചെയ്തവർ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വന്നാൽ അത് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ബാക്കി പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക്
ഉടമ്പടി ചെയ്തിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വന്നാൽ മതി. പക്ഷേ നിങ്ങൾ ബാക്കി 5 പ്രാർത്ഥനയില്ലേ, അതിലേതെങ്കിലും 2-3 വീട്ടിലിരുന്ന് കൂടണം. വീട്ടിലിരുന്ന് കൂടണം വെച്ചാൽ നിങ്ങൾ ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ യൂട്യൂബും ഫേസ്ബുക്കും ലൈക്ക് ചെയ്യാൻ പറ്റും. ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടുന്ന 2-ാം പേജിലുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്കും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് നോക്കിയാൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ധ്യാനം കൂടാൻ പറ്റും. ഒരു ധ്യാനത്തിന് വരാം, ബാക്കിയുള്ള ധ്യാനങ്ങൾ ലൈവായിട്ട് വീട്ടിലിരുന്ന് കൂടാൻ പറ്റും. കൃപാസനത്തിൻ്റെ തമിഴ് പത്രമുണ്ട്. തമിഴ്നാട്ടിലോട്ട് പോകുന്ന ആൾക്കാർ ഈ നല്ല വെള്ള ഭംഗിയുള്ള തമിഴ് പത്രം വെഞ്ചരിച്ചത് വാങ്ങിച്ചുകൊണ്ട് പോകണം. അവിടെ കൊണ്ടുപോയി പ്രേക്ഷിത പേര് ചെയ്യേണ്ടതാണ്. മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം മക്കൾക്ക് കൃപാസനത്തിന് ഇംഗ്ലീഷ് പത്രമുണ്ട്. അതും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന, എല്ലാം വെഞ്ചരിച്ചതാണ്. പക്ഷേ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ച് കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. കൃപാസനത്തിലെ കമ്പ്യൂട്ടറിൽ തിരി കത്തിച്ചിട്ട് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് കൃപാസനത്തിൻ്റെ അമ്മയുടെ തിരുസേന തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിൻ്റെ രീതികളെല്ലാം കൃപാസനം പത്രത്തിൻ്റെ 2-ാം പേജിലുണ്ട്. അത് നോക്കിയാൽ ഏത് രാജ്യത്ത് നെറ്റ് കണക്ഷനുള്ള ഏത് രാജ്യത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടറിൽ മാതാവിൻ്റെ തിരുസേന തിരി കത്തിച്ച് പ്രാർത്ഥിക്കാം. അതിൻ്റെ വിശദാംശങ്ങൾ പത്രത്തിൻ്റെ 2-ാം പേജിൽ നിന്ന് നമുക്ക് എടുത്ത് ഇന്ന് തന്നെ ചെയ്യുക. മക്കളെ വിളിച്ചപ്പോൾ ചെയ്യിക്കുക. പുതിയ ആൾക്കാരെ കുറിച്ച് പറഞ്ഞാണ്. സമാപന ആശീർവാദത്തിന് സമയമാണ്. നിമിഷം മൗനമായി നിൽക്കുക. മൂന്ന് ഗേറ്റുകളുണ്ട്. ആ 3 ഗേറ്റിലൂടെയാണ് പോകേണ്ടത്. പത്രം കൊടുക്കുന്നത് പടിഞ്ഞാറ് കൗണ്ടറിലാണ്. അവിടെ ചെന്ന് പത്രം വാങ്ങിച്ച് ചീട്ട് വാങ്ങിച്ചുകൊണ്ട് വേണം പോകാൻ. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ 8 മണിക്കാണ്, 8 മണി വരെയാണ് കൃപാസനം. രാവിലെ തിങ്കൾ ബുധനും അച്ഛൻ കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ 8 മണിയാണ് ലാസ്റ്റ് ടൈം. അപ്പോൾ 8 മണിക്കുള്ളിൽ ഇവിടെ ചീട്ട് കൊടുത്ത് തീരും. ചീട്ട് അങ്ങനെ നിങ്ങളുടെ പേപ്പർ വെരിഫൈ ചെയ്തിട്ട് ഗേറ്റിംഗ് തന്നെ ചീട്ട് കൊടുക്കും. പ്ലെയിൻ ചീട്ട്, ഡമ്മി ചീട്ട് കൊടുക്കും. പിന്നെ ഇവിടെ വന്നിട്ട് ജില്ലയും അതുപോലെ തന്നെ പ്രാർത്ഥനയും എല്ലാം വിലയിരുത്തിയിട്ട് 3 സ്ക്വാഡുണ്ട് ഇത് നോക്കാൻ വേണ്ടി. പ്രാർത്ഥന കൂടിയതാണ്, പരീക്ഷ പ്രവർത്തനം കഴിഞ്ഞതാണ്, എല്ലാം നോക്കാൻ വേണ്ടി. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം വരാൻ. അപ്പോൾ 8 മണിക്കുള്ളിൽ വന്ന് ചേരണം. കാര്യം അകലെയുള്ള ട്രിവാൻഡ്രംകാരും കൊല്ലം തൃശ്ശൂരെല്ലാം 6 മണിക്കൊണ്ട് വിടാം. ഈ അടുത്ത കാലത്ത് അടുത്തുള്ള ആൾക്കാരാണ് പുഴങ്ങൾ കളിക്കണത്. അപ്പോൾ 8 മണിക്കുള്ളിൽ ചീട്ട് ഇവിടെ അവിടെ തന്നെ ഗേറ്റ് വെച്ച് തന്നെ ചീട്ട് കൊടുത്ത് തീരും. 8 മണി കഴിഞ്ഞാൽ പിന്നെ ചീട്ട് ക്ലോസ് ചെയ്യും. ആ കൊടുത്ത അത്രയും ആൾക്കാർ മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യം ഇപ്പം തന്നെ ഒരു ദിവസം 90 പേരൊക്കെ വരണ കാരണം അവസാനത്തെ ആൾ പോണത് രാത്രി 8:30 മണിക്കാണ്. രാത്രി 8:30 മണിക്ക് പോയാൽ എപ്പോൾ വീട്ടിലെത്താനാ? അപകടമാണ്. അതുകൊണ്ട് ഒരു 70 പേര് കഴിഞ്ഞാൽ അപ്പം തന്നെ കട്ടാക്കി കളയും. 70 പേര് ചീട്ട് കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്യാൻസലായി കളയും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. 70 ചീട്ട് മാത്രമേ അവിടെയും പാസ് ചെയ്യത്തുള്ളൂ. മറ്റുള്ളവരെ നിർത്തി പ്രാർത്ഥിക്കും. ആരെയും വെറുതെ കണ്ട സങ്കടപ്പെടുത്തി വിടത്തില്ല, കൈവച്ച് പ്രാർത്ഥിച്ച് വിടും. കൗൺസിലിംഗ് നമ്മൾ സമയം എടുക്കുന്ന വേറെ വിഷയമാണ്. ചുവപ്പ് ചീട്ടാണ് ആദ്യം വിളിക്കണത്, പിന്നെ മഞ്ഞച്ചീട്ട്, പിന്നെ നീലച്ചീട്ട്, അങ്ങനെയാണ് വിളിക്കണത്. നീലച്ചീട്ടുകാരുടേത് തുടങ്ങുമ്പോൾ 2 മണിയാവുമെന്ന് മാത്രമേ ഉള്ളൂ. നീലച്ചീട്ടുകാർ പോകുമ്പോൾ ഇവിടുന്ന് 7 മണിയാവും പോകുമ്പോൾ, ചില അവസാനത്തെ ആൾക്കാർ പോകുമ്പോൾ. ഇതെല്ലാം അറിഞ്ഞിരിക്കണം, അതിൻ്റെ രീതികളല്ല. അല്ല അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. നേരത്തെ വസ്തു ഉയർത്തി പിടിക്കുക, നേരത്തെ വസ്തു ഉയർത്തി പിടിക്കുക. Lord Jesus Christ, pour out His Spirit. To the fire fingers, soak with the precious blood. Lord, infuse His Spirit. I cast disease and would cast from me by God the Father Almighty, who made heaven and earth and the country. Let the devil's power, devil's legions, Satan's attacks and machinations be dispelled unto the Let me bless Him, bringing health in body and peace and harmony in the family. And with the Catholic Church, with the power of Jesus Christ, with the Holy Priesthood, I bless the whole of these relics. Those who have grace and peace and power. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എടുത്തവർ തന്നെ ആയിരിക്കണം ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊണ്ട് ചെയ്യണം. ആരുടെയും ഏൽപ്പിച്ച് വിടരുത്.